നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളം സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്നാണ് കേരളത്തെ വിശേഷിപ്പിച്ചത്. 1892 വിവേകാനന്ദൻ അങ്ങനെ വിശേഷിപ്പിച്ചത്. അവിടെ നിന്ന് കേരളം ഒരുപാട് മാറി. ശ്രീനാരായണ ഗുരുവും മഹാത്മാ അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമിയും വക്കം മൗലവിയും പണ്ഡിറ്റ് കറുപ്പനും പൊയ്കയിൽ കുമാരഗുരുവും KP കറുപ്പനും വാഗ്ഭടാനന്ദനും തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് നേതാക്കളും തുടങ്ങിയ അനേകം ആളുകൾ നടത്തിയ സാമൂഹിക മുന്നേറ്റങ്ങളുടെ ഫലമാണ് ഇന്നീ കാണുന്ന നവോത്ഥാന കേരളം. അവിടേക്കാണ് വീണ്ടും വർഗീയ വിഷം കലർത്താൻ ചിലർ ശ്രമിക്കുന്നത്. അയ്യപ്പനും വാവരും മലയാളി വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എരുമേലിയിലെ വാവര് പള്ളിയും ശബരിമലയിലെ വാവര് നടയും മലയാളി വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഹിന്ദുവും മുസൽമാനും വേറെയല്ലെന്നും എല്ലാവരും മനുഷ്യരാണെന്നുമുള്ള മഹത്തായ ആശയം. അവിടെയാണ് വാവരല്ല, അത് ഹിന്ദു വിശ്വാസത്തിൻ്റെ ഭാഗമായ വാപുരയാണെന്നും പേരുമാറി വാവരായതെന്നും വാപുരയെ തിരിച്ചുപിടിക്കണമെന്നും അവർക്ക് ക്ഷേത്രം നിർമ്മിക്കണമെന്നും ഒക്കെ ചില വർഗീയ ശക്തികൾ പറയുന്നത്. കോടതി തൽക്കാലം അതിന് തടയിട്ടു. പക്ഷേ പിന്മാറാൻ ഒരുക്കമല്ലെന്ന സൂചനയാണ് ഇവർ നൽകുന്നത്. വാവരെ മാറ്റി വാപുരയാക്കാനുള്ള നീക്കത്തിനു പിന്നിൽ വർഗീയ അജണ്ടയോ? ഇതാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ കുഞ്ഞഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, വാവരുസ്വാമിയും അയ്യപ്പനുമെല്ലാം മലയാളി വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മലയാളി ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ അല്ലെങ്കിൽ അതല്ല മറ്റേതെങ്കിലും ജൈനനെന്നോ പാഴ്സിയെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു നാടുകൂടിയാണ്. അവിടേക്കാണ് ഈ ശബരിമല വിശ്വാസത്തിലെ വാവരെ മാറ്റി വാപുരയാക്കാൻ, വാപുരയ്ക്ക് ക്ഷേത്രം നിർമ്മിക്കാനൊക്കെ ചിലർ ശ്രമിക്കുന്നത്. ഇതിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. നിങ്ങൾ കണ്ടില്ലേ കടപ്പുറത്ത് പുലിവിട്ടിട്ടത്? അത് തെര അടിച്ചിട്ട് കരയിലേക്ക് കാലുന്നതിനാണ് പുലിവിട്ടിട്ടത്. ആ പുലിവിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം. ഒരു വർഗീയവാദി കുറഞ്ഞിട്ടുള്ള കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റോ സമ്മതിക്കില്ല. ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കും. അതിനാരും വിചാരിച്ചിവിടെ നടക്കില്ല. കേരളത്തിൽ ഇന്ത്യക്കാകെ കേരളം നിങ്ങൾ കണ്ടില്ലേ വർഗീയത? ഉത്തർപ്രദേശിൽ കുടിക്കുന്ന വെള്ളത്തിലടക്കം ഹിന്ദു പാനിയും മുസ്ലിം പാനിയും എഴുതി വെച്ചിട്ടാണ് വെള്ളം കുടിക്കുന്നത്. അതിനാരും വിചാരിച്ചാൽ കേരളത്തിൽ നടക്കാൻ പോലെ ഇപ്പം തൽക്കാലം എനിക്ക് പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പക്ഷേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുൻ നേതാക്കളുമൊക്കെ ഈ നവോത്ഥാന കേരളം സൃഷ്ടിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരാണ്. കേരളത്തിന് പൊതുവെ അത്തരമൊരു മഹത്തായ പാരമ്പര്യമാണ് ഉള്ളത്. ശ്രീ കുഞ്ഞഹമ്മദ്, ശ്രീ മോഹൻദാസാണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, ഈ വാവര് പള്ളിയും എരുമേലിയിലെ വാവര് പള്ളിയും അതോടൊപ്പം തന്നെ ശബരിമലയിലെ വാവര് നടയും ഒക്കെ അത് ശബരിമല അയ്യപ്പൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതിനെ രണ്ടിനെയും രണ്ടായിട്ടല്ല ഒന്നായിട്ടാണ് എപ്പോഴും ഭക്തരെല്ലാവരും കാണുന്നത്. അവിടേക്കാണ് അത് വാവരല്ല, വാപുര ആണ്, വാപുരസ്വാമിയാണ്, അത് മറ്റൊരു ഹിന്ദു ദൈവമാണ്, അദ്ദേഹത്തിന് ക്ഷേത്രം നിർമ്മിക്കണം എന്നൊക്കെയുള്ള അജണ്ടയുമായി ചിലർ ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമ്മുടെ മനുവിന് എന്ത് പറയുന്നു? മനു പനിയായിട്ട് അദ്ദേഹത്തിന് ചെറിയ പനി വന്നു, അല്പം പനി കൂടുതലായി, അദ്ദേഹത്തിന് വയൽ പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം വിശ്രമത്തിലാണ്. എന്റെ അന്വേഷണം പ്രത്യേകം പറയണം, നമ്മുടെ നാട്ടുകാരാണ് പാലക്കാട്. പിന്നെ അതുമല്ല, നമ്മുടെ പൊതുവേദി കുടുംബത്തിലെ കാരണവര് കൂടിയാണ്. ശരി, ഓക്കെ, ആ തരത്തിൽ തന്നെ പറയാം. ശ്രീ മോഹൻദാസ്, കിരൺ കുറച്ചും കൂടി ചെറുപ്പമാണ്, ഇത് തരത്തിൽ പറയണം. അതുകൊണ്ടാണ് ഞാൻ കാരണവരെന്ന് അദ്ദേഹത്തിന് പറഞ്ഞത്. നമ്മുടെ ശബരിമല ഞാൻ ഒരുപാട് തവണ ശബരിമലയിൽ പോയതാണ്. ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് വയ്യാത്ത കാര്യം പോകാതെ പോയിട്ടാണ്. അന്നും അപ്പോഴൊക്കെ ആദ്യം നമ്മുടെ വാവരെ തൊഴുതിട്ടാണ് ഭസ്മതൊക്കെ വാങ്ങിയിട്ടാണ് അവിടേക്ക് പോകുള്ളൂ. അയ്യപ്പന്റെ കളിക്കൂട്ടുകാരനാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ പുലിമുട്ട് ഏൽപ്പിക്കൊന്നും വേണ്ട, ഭക്തന്മാരുണ്ട് ഇവിടെ, അതാണ് ഭക്ത. പക്ഷേ ഈ ഒരു സംഭവം നടന്നത് തീർച്ചയായിട്ടും വളരെ വളരെ മോശമാണത്. കാരണം അവിടുത്തെ ഈ ശബരിയുടെ കാലഘട്ടം മുതലാണ് ആ കഥ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഹിന്ദി പ്രവീണിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ശബരി തപസിരുന്ന സ്ഥലമാണ്. അങ്ങനെയാണ് ശബരിമല എന്നൊക്കെ വന്നിരിക്കുന്നത് അവിടെ അയ്യപ്പന്റെ ശ്രീരാമന്റെ കാലഘട്ടത്തില്. പിന്നീട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അപ്പൊ ഐതിഹ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല കഥകളൊക്കെ, അതൊക്കെ അല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതുവരെന്തായാലും ശബരിമല എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച്, മലയാളികളെ മാത്രമല്ല പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്കാരെ സംബന്ധിച്ച് അതൊരു വിശ്വാസത്തിന്റെ ഇടമാണ്. അവിടെ അയ്യപ്പനും വാവർക്കും തുല്യമായ ഇടമുണ്ട്. അവരെ ആരെയും അങ്ങനെ വേർതിരിച്ചല്ല ഈ ഭക്തരാരും കാണുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് മനുഷ്യൻ നന്നാകുന്ന സത്യം മണികണ്ഠസ്വാമി അരുൾ ചെയ്തു എന്ന് ദാസേട്ടന്റെ പാട്ടിൽ നിരന്തരം അവിടെയും കേട്ടിട്ടുണ്ട്.
കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എന്താ സൗഹാർദ്ദത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ശബരിമല തന്നെയാണ്. അപ്പോ അവിടെ ഈ വക ഒരു ആറ്റം ബോംബ് കൊണ്ടിട്ട് ഇതാക്കുന്നത് തീരെ ശരിയല്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തുനിന്നും. ശ്രീ ശിവദാസൻ, ഈ അയ്യപ്പനും വാവരും എന്നൊക്കെ പറയുന്നത് മലയാളി എപ്പോഴും ലോകത്തിന് മുന്നിൽ, ലോകത്ത് എവിടെ ചെന്നാലും മലയാളികൾ അഭിമാനത്തോടു കൂടി പറയുന്നതാണ്. എൻ്റെ നാട്ടിൽ ഹിന്ദു ദൈവവും മുസ്ലിം ദൈവവും ക്രിസ്ത്യൻ ദൈവവും എല്ലാം അടുത്തടുത്ത് സ്വന്തം ഒരു മതിൽക്കെട്ടിന് അപ്പുറവും ഇപ്പുറവും ഒക്കെ പള്ളിയും അമ്പലവും ഒക്കെ നിൽക്കുന്ന സ്ഥലമാണ്, ഞങ്ങൾ അങ്ങനെ സഹോദരങ്ങളെ പോലെ കഴിയുന്നതാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് വീണ്ടും ഇത് വാവരല്ല, ഇത് ബാബുരസ്വാമിയാണ്. അദ്ദേഹത്തിന് വേറെ എരുമേലിയിൽ തിരുവനന്തപുരംകാരനായ ഒരാൾ ഒരു സ്വകാര്യ ഭൂമിയൊക്കെ മേടിച്ച് അവിടെ ഒരു അമ്പലമൊക്കെ നിർമ്മിച്ച് ഇത് അവിടെ ഇനി ബാബുരസ്വാമിയാണ്, ഇത് വാവരല്ല എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വാവർ സ്വാമിയെ ശരണം അയ്യപ്പ. നമസ്കാരം മനു കിരൺ. ശരി, കിരണാണ്, പറഞ്ഞോ. ഞാൻ പറയുന്നത് അയ്യപ്പനും വാവർ സ്വാമിയും, വാവർ എന്നൊരു വ്യക്തി മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഒരു വ്യക്തി, അയ്യപ്പൻ ഹിന്ദു സമുദായം ജനിച്ച ഒരു വ്യക്തി. രണ്ടുപേരും അമ്മ പ്രസവിച്ച മക്കളാണ്. രണ്ടുപേരെയും ഞാൻ പച്ചയ്ക്ക് തന്നെ പറയാം, ഹിന്ദു ഐക്യ വേദി എന്നൊരു വേദി ഹിന്ദുക്കളെ സംരക്ഷിക്കാനുള്ള വേദിയല്ല, ഹിന്ദുക്കളെ പൊരുതി കൊടുക്കാനുള്ള വർഗീയവാദികളാണ്. കേരളം കത്തിക്കാനുള്ള ഹിന്ദു ഐക്യവേദി. ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ഹിന്ദുക്കൂടെ വേണ്ട. ഞാനൊരു ഹിന്ദുവാണ്. ഹിന്ദുക്കൾ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഹിന്ദു ഐക്യവേദിയും വേണ്ട. കുറെ IPS ഉദ്യോഗസ്ഥന്മാർ പെൻഷൻ പറ്റി വന്ന് ഒരു ജോലി ഇല്ലാതെ വന്നിരുന്ന് കുറെ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് വിളമ്പി കൊടുത്ത് അത് അവസാനം നമ്മളെ ബാബർ സ്വാമിയുടെ പേര് ബാബർ നാക്കാൻ ഇവർക്ക് എന്താ അവകാശമുള്ളത്? ഇവർ അച്ഛൻ്റെ അമ്പനെ പേര് മാറ്റിക്കോട്ടെ, അവരെ പേര് മാറ്റിക്കോട്ടെ. ബാബർ സ്വാമി കേരളത്തിലെ മണ്ണിന് വേണ്ടി ഐതിഹ്യം പറയുമ്പോൾ ഇവിടെ കൊള്ളയടിച്ച് ഈ പണ്ടത്തെ പ്രമാണിമാരെ കൊള്ളയടിച്ച് പാവം കൊടുക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്താണ് ന്യായീകരിച്ചാണ് അയ്യപ്പസ്വാമി, ശ്രീ ശബരി അയ്യപ്പസ്വാമി. അയ്യപ്പൻ ശാസ്താവ് ഹിന്ദു ഐക്യവേദി ഇവിടെ ഉണ്ടാക്കണ്ട. രാഹുൽ ഈശ്വർ നമുക്കൊക്കെ നമുക്കറിയാം, ഈശ്വര രാഹുൽ നമുക്കും അറിയാം ഇവിടെ ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നു. കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, ഇവിടെ BJP കൂടി ഞാൻ കൂട്ടിക്കൂട്ടുന്നു, BJP ഉണ്ട്. ഒരു ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ഇവിടെ ഐക്യവേദി ഇവിടെ വേണ്ട. ഈ മതം വിളമ്പുന്ന ഈ പറഞ്ഞവന്മാരൊക്കെ എന്താ പറയാ, ശിക്ഷ കൊടുക്കാൻ ജനശിക്ഷ കൊടുത്തോളും. ഇതോട് നിർത്തിക്കൊള്ളണം. ഇവർക്ക് അധികാരി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതോട് നിർത്തിക്കൊള്ളാൻ പറയണം. നിർത്തിയില്ല എങ്കിൽ ഹിന്ദുക്കൾ ഒത്തുകൂടും, പ്രത്യേക ഒരു പാർട്ടി ഹിന്ദുക്കളോട് ഉണ്ടാക്കും. ശിവദാസൻ പറയാണ്, ശിവദാസൻ ബാലരാമപുരം, രാഹുൽ ഈശ്വർ, നമ്മളെ കൂട്ടി മറ്റു കാര്യങ്ങളോ സാറ് നിർത്തണം. സമയം തരണം, ജനങ്ങൾ അറിയണം. മറ്റേ പുതിയ ആൾക്കാർ സഹിച്ചോട്ടെ, ഒന്ന് എനിക്കൊരു സഹിച്ചോട്ടെ. ഇതൊന്നും കൂടെ ഇനി വിളമ്പാൻ പറ്റൂല. അയ്യപ്പന്റെ കാര്യം പറഞ്ഞ് കുറെ പ്രശ്നം ഉണ്ടാക്കി. ശബരിമല വിഷയം വന്നപ്പോൾ വേണ്ട പ്രശ്നം ഉണ്ടാക്കി, ബിഹാരം കൂട്ടിവിട്ടു, CPM പെണ്ണുങ്ങളെ കയറ്റി ഇറക്കി. ഈ കാര്യം അടക്കിയിരുന്നുവെങ്കിൽ ആരും അവിടെ പോവില്ല. വർക്ക് ചെയ്ത് വിളമ്പി തുപ്പിയിരുന്നെങ്കിൽ ആരും അവിടെ പോവില്ല. ഹിന്ദുക്കളെ മുസ്ലിമാനും ക്രിസ്ത്യാനും സംരക്ഷിക്കാൻ ഇവിടെ ഹിന്ദു വേദിക്ക് ഒന്നും ആവശ്യമില്ല. ഇവിടെ മുസ്ലിം വേദി മുസ്ലിങ്ങൾക്കും അറിയാം, ഹിന്ദുക്കൾക്കും അറിയാം, ക്രിസ്ത്യാനിക്കും അറിയാം. ഒരു ഹിന്ദു വേദിയോ മുസ്ലിം വേദിയോ ക്രിസ്ത്യൻ വേദിയോ ഇവിടെ ആവശ്യമില്ല. എന്റെ ഞാൻ ഇത് വീണ്ടും നിർത്തിക്കോ, അല്ല നിനക്ക് കൈകാര്യം നടക്കാൻ പറ്റൂല. ശിവദാസൻ പറയും നമ്മൾ സംഘടന ഉണ്ടാക്കും, സംശയമൊന്നും വേണ്ട. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി ചേർന്ന് ഒരു രൂപം കൊള്ളും നിന്റെയൊക്കെ വാങ്ങൂടാൻ. നിർത്തിക്കോളണം. ശരി, താങ്കളുടെ വികാരം മനസ്സിലാവുന്നു. സാധാരണ ഏത് മനുഷ്യരായാലും സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു നാട്ടിലേക്ക് വർഗീയതയുടെ വിഷം കലർത്തി ഒരു കാര്യവും ലോകത്തിന് നേടാനില്ലാതെ നമ്മളെ പരസ്പരം ശത്രുക്കളാക്കാനുള്ള ശ്രമത്തിനെതിരെയുള്ള ഒരു വൈകാരികമായ അദ്ദേഹം ആ ജീവിച്ച നാട്ടിൽ അതുപോലെ അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ജീവിക്കണം, അല്ലെങ്കിൽ ഈ നാട് അങ്ങനെ തന്നെ പുലരണം എന്നാഗ്രഹിക്കുന്ന ഒരാളുടെ വാക്കുകൾ കൂടിയാണ് നമ്മൾ കേട്ടത്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, ഈ അയ്യപ്പനും വാവരുമെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ അയ്യപ്പനെ വേറെ വാവരെ വേറെ ഒന്നുമല്ല, അയ്യപ്പസ്വാമിയെയും വാവരുസ്വാമിയെയും ഒന്നിച്ച് ശരണം വിളിച്ചൊക്കെ പോകുന്ന ഭക്തരാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വാവരല്ല ഇത് ബാബുരയാണ്, അവിടെ നിന്ന് ഈ വാവരെ ഇറക്കണം, അവിടെ നിന്ന് ബാബുരയാക്കണം എന്നൊക്കെ പറയുന്ന ആളുകളെ എന്താണ് പറയാനുള്ളത്? അതെല്ലാം കൾച്ചറിലാണ്ട് പറഞ്ഞത് സാറേ. പിന്നെ നമ്മളെ ഏങ്കർ ശ്രീ മനുവിന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു, എല്ലാം മാറട്ടെ. ചെറിയ പനി വന്നതേ ഉള്ളൂ, ഒരാഴ്ചയിലേ ഉള്ളൂ. അങ്ങനെ താങ്കൾ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആൾക്കാർ പിന്നെ സാറേ അതായത് ഇന്ത്യ മതേതര രാജ്യം, അതായത് 1 region 1 caste 1 vote ഫോർമാറ്റ് ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞ പോലെ. അപ്പോ അതാണ് ബിലീവ് ചെയ്യേണ്ടത്. എത്രയോ ലക്ഷക്കണക്കിന് ആള് അന്യോന്യം കല്യാണം കഴിച്ചിട്ട്, അതായത് മതസ്ഥര് ഹിന്ദു മുസ്ലിം അതിന്റെ മക്കളെല്ലാം ഉണ്ട്. എന്തെന്നായി കളിക്കുന്നു. പിന്നെ വയലാറ് അദ്ദേഹത്തിനെ നമിക്കുന്ന, ഞാൻ ഗാനമേളയിലെല്ലാം പാടുന്ന ആളെയും പണ്ട് ഞാൻ രണ്ടുപേരും അത് പാടാം. ശരി, പാടിക്കോളൂ. താങ്കൾ ഗാനമേളയിൽ പാടുന്ന ഒരാളല്ലേ, പാടിക്കോളൂ. താങ്കളുടെ പാട്ട് ലോകം കേൾക്കട്ടെ.
മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. ശരി ശ്രീദിവാരൻ, എത്ര അർത്ഥവത്തായ വരികളാണ് ഇത്. വയലാറിൻ്റെ വരികൾ അതെല്ലാം കേട്ട് വളർന്ന ഒരു സമൂഹത്തിന് മുന്നിലേക്കാണ് ഇത്തരം വിഷം ചിലർ വമിപ്പിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, മലയാളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത മതവും ജാതിയും ഒക്കെ പറഞ്ഞ് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് അത്ര വേഗത്തിൽ നടക്കില്ല. അവർ പെട്ടെന്ന് തന്നെ ഈ കാപട്യം തിരിച്ചറിയുമെന്നാണ്. ഇപ്പോൾ ചിലർ പുതിയൊരു അജണ്ടയുമായി ഇറങ്ങിയിരിക്കുകയാണ്. വാവൂരസ്വാമിയല്ല, ബാബുരസ്വാമിയാണ്, അത് മാറ്റണം, അങ്ങനെ മാറിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാർ നമസ്കാരം. നമസ്കാരം. ഈ വിഷയത്തിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ ഇതുവരെ പ്രതികരിച്ചോ? എന്തിനാണ് മുസ്ലിം സംഘടനകൾ പ്രതികരിക്കുന്നത്? സാറിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് എന്തിനാണെന്ന് സാർ ഇങ്ങ് അടിച്ചേൽപ്പിക്കൊന്നും വേണ്ട. അടിച്ചേൽപ്പിച്ചല്ലോ, ഒരു ചോദ്യം ചോദിച്ചാൽ എന്തിനാണ് മുസ്ലിം സംഘടനകൾ പ്രതികരിക്കുന്നത് ചോദ്യമല്ലേ നോക്കി നിൽക്കുന്നുണ്ടല്ലോ. ഈ ശിവദാസനാരാ? ഹിന്ദു ഐക്യവേദി വേണ്ട, സ്ഥലം വിട്ടോളാം, അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ, അത് പറയാനുള്ള അവകാശം ശിവദാസനില്ലേ? നോക്കി നിന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കണം സാർ. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് കേൾക്കണം, എനിക്ക് പ്രതികരിക്കാനുള്ളതാണ്. പ്രതികരിച്ചോളൂ. ബാബരി സ്വാമി വിഗ്രഹാരാധന മുസ്ലിമിനുണ്ടോ? ഉണ്ടോ? ശ്രീ ബാലകൃഷ്ണൻ, അയ്യപ്പ ശബരിമലയിലെ സങ്കല്പവുമായി ബന്ധപ്പെട്ട് അവിടെ ബാബരി നട, എരുമേലിയിലെ ബാബരി പള്ളി, ഇതൊക്കെ എത്രയോ പതിറ്റാണ്ടുകളായി ഉള്ളതാണ്. അവിടെയൊക്കെ ആൾക്കാർ എരുമേലിയിലോട്ട് പേട്ടതുള്ളിയാണ് ഭക്തരൊക്കെ അവിടെ വരുന്നതുമൊക്കെ. ഈ ശബരിമലയിൽ വരുന്ന ഭക്തരൊക്കെ ബാബരി നടയിലും പോയി അവിടെയും തൊഴുതിട്ടാണ് മടങ്ങുന്നത്. ഭക്തർക്ക് അങ്ങനെ ബാബരെന്നും അയ്യപ്പനെന്നും വേറെ വ്യത്യാസമൊന്നുമില്ല, എല്ലാം അവരുടെ ദൈവസങ്കല്പത്തിന്റെ ഭാഗമാണ്. സാറിനോട് ഞാൻ ചോദിച്ചത്, താങ്കളും താങ്കളുടെ ചാനലും കുറെ ആൾക്കാർ എന്തിനായി വിഷം കലർത്തുന്നത് സാർ? ഞങ്ങളാണ് വിഷം കലർത്തി, വിഷം കലർത്തുന്നവർക്കെതിരെയല്ലേ സംസാരിക്കുന്നത്? ബാബുര ക്ഷേത്രം ഉണ്ടാക്കുന്നതില് ബാബുര ക്ഷേത്രമോ ആരുടെ ക്ഷേത്രമോ ആർക്കും ഉണ്ടാക്കാം, യാതൊരു തടസ്സവുമില്ല. ശബരിമലയിൽ ബാബരല്ല, എരുമേലിയിൽ ബാബരല്ല, അത് ബാബുരയാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ശിവദാസൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് പറയണം, ഞങ്ങൾ ഇതിനെതിരാണ്. അത് കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ആരായിക്കോട്ടെ, മനുഷ്യരായി നിൽക്കുന്ന മനുഷ്യരെല്ലാം ഇത്തരം വർഗീയ അജണ്ട എതിർക്കില്ലേ? മുസ്ലിം സമുദായത്തിന് ഇസ്ലാം മത വിശ്വാസിക്ക് വിഗ്രഹാരാധന ഉണ്ടോ? ഇസ്ലാം മത വിശ്വാസിയുടെ വിഷയമല്ലല്ലോ ഇത്, മലയാളിയുടെ വിഷയമല്ലേ? താങ്കൾക്ക് എന്താ ചൊറിച്ചിൽ ഇതില്? എനിക്ക് ചൊറിച്ചിലുണ്ട്. കേരളത്തിൽ വർഗീയ അജണ്ട ആര് കൊണ്ടുവന്നാലും അവരോടൊക്കെ ചൊറിച്ചിലുണ്ട്. ക്ഷേത്രം ഉണ്ടാക്കുന്നു, അത് താങ്കൾക്കും ശിവദാസൻ എന്താ ചൊറിച്ചില്? അതെ, പറഞ്ഞല്ലോ, കേരളത്തിൽ മനുഷ്യരെ ഇതര മതസ്ഥരെയും ഇതര മനുഷ്യരെ കാണുന്ന എല്ലാവർക്കും ചൊറിച്ചിൽ വരും. മനുഷ്യനായി കാണുന്നത് ഈ ഹിന്ദു ഐക്യവേദി വേണ്ടെന്ന് പറയാ, താങ്കളുടെ ചാനലിനോ ബാബുര ക്ഷേത്രം ഉണ്ടാക്കണ്ടെന്ന് പറയാ, ശിവദാസനോ ആരാ അധികാരം കൊടുത്തത്? ശിവദാസൻ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ശിവദാസന് ബാലകൃഷ്ണനെ പോലെയുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, അധികാരത്തിൽ നിന്ന് സംസാരിക്കണം. മറ്റൊരു സംഘടനയെ കരിവാരി ചേർക്കുമ്പോ താങ്കൾ കയ്യും കെട്ടി നോക്കി നിന്ന്. ഞാൻ എന്തിനാണ് ഒരാൾക്ക് ഒരു സംഘടന വേണ്ട എന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ? അദ്ദേഹത്തിനില്ല. താങ്കൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിനുണ്ട്. ആർക്കും പറയാം, താങ്കൾക്ക് വേറെ സംഘടന വേണ്ടെന്ന് പറയാനും വേണമെന്ന് പറയാനുള്ള അവകാശമില്ല. അതിന് ഞാനെന്തിനാണ് ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും വ്യക്തി ഏതെങ്കിലും അധിക്ഷേപിച്ചോ? ഇല്ലല്ലോ. ഭരണഘടനാ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും പ്രവർത്തിക്കാൻ അധികാരം പ്രവർത്തിച്ചോട്ടെ, അതിനെന്താ പ്രശ്നം? പിന്നെ ഇപ്പൊ ശിവദാസനാരാ? ഒരു നികുതി അടക്കുന്ന പൗരനല്ലേ? അതിൽ കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്താ അധികാരം? ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ ഈ ചോദിക്കുന്ന എല്ലാ അധികാരങ്ങളും ശിവദാസനുണ്ട്. ചോദിക്കുന്നതാണ് നിങ്ങൾ ഈ വിഷം കലർത്തുന്ന എന്തിനാ? വർഗീയ വിഷം കലർത്തുന്നത് എന്തിനാണ്? ഞങ്ങളാണോ ഈ ബാബരല്ല ബാബുരയാണെന്ന് പറഞ്ഞത്? ഞങ്ങളാണോ? ആരാണ് അതിന് എതിർത്തത്? അതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇസ്ലാം ബാബർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം നാമ, അത് തിരുത്തുന്നതിൽ ആർക്കെങ്കിലും ഈ ഇസ്ലാം സമുദായത്തിൽ ഇസ്ലാം സമുദായത്തിന്റെ എതിർപ്പല്ല. ശബരിമല ഭക്തർക്ക്, ശബരിമലയിൽ പോകുന്ന ആളുകൾ ബാബരെയും ശബരിമല അയ്യപ്പനെയും ഒക്കെ ഒരുപോലെയാണ് കാണുന്നത്. അവരുടെ ദൈവവിശ്വാസത്തിന്റെ ഭാഗമാണ്. അവർക്ക് അങ്ങനെ ദൈവങ്ങളിനകത്ത് വേർകൃത്യമൊന്നുമില്ല. കപട സ്നേഹം താങ്കളും ശിവദാസനും തീരുമാനിക്കണ്ട, മനസ്സിലായോ? താങ്കളുടെ ഭക്തി എത്ര എന്തുണ്ടും ശിവദാസന്റെ ഭക്തി എന്തുണ്ടെന്നും ഞങ്ങൾക്കറിയാം, മനസ്സിലായോ? ഞങ്ങളുടെ ഭക്തി ഒന്നും പഠിപ്പിക്കാൻ ആരും മെനക്കെടണ്ട. ശ്രീ ബാലകൃഷ്ണൻ, ആരെയും ഒന്നും പഠിപ്പിക്കാൻ മെനക്കെടാറില്ല. താങ്കളെ ഒന്നും പഠിപ്പിക്കാൻ മെനക്കെട്ടതുകൊണ്ടും കാര്യമില്ലെന്നും അറിയാം. RSS ഭരിക്കുന്ന രാജ്യത്തൊരു സ്റ്റേറ്റാ കേരളം. ഹിന്ദു ഐക്യവേദിന്റെ കുതിര കാര്യമൊന്നും ആരും വരണ്ട, മനസ്സിലായോ? അത് താങ്കളുടെ ചാനലോടും കൂടിയാ ഈ പറയുന്നത്. ശരി, ഓക്കെ. താങ്കൾക്ക് അങ്ങനെ പറയാനുള്ള അവകാശം താങ്കൾക്കുണ്ട്. മറിച്ച് ശിവദാസിന് മറിച്ച് പറയാനുള്ള അവകാശമുണ്ട്. അതാണ് ഇന്ത്യൻ ജനാധിപത്യം. ആര് ഭരിച്ചാലും ഇന്ത്യയുടെ അടിസ്ഥാന ഭരണഘടന എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന അങ്ങനെ ജനാധിപത്യപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം നൽകുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേർക്കും പറയാം. ശരി ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ബാലകൃഷ്ണന്റെ ശരീരത്തിൽ വാവരസ്വാമി കൂടിയെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ.
എനിക്ക് അങ്ങനെയാണ് ഇത് കേട്ടപ്പോ തോന്നിക്കൊണ്ടിരുന്നത്. ബാലകൃഷ്ണൻ പൊതുവെ അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഈ അദ്ദേഹം ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങ് ഏറ്റെടുത്ത് താനാണ് ഈ നാട്ടിലെ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് പുള്ളിയുടെ ഒരു ധാരണ. അല്ല, അത് അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹത്തിന് ആ നാട്ടിലുള്ളത് എല്ലാവരും ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളത്. കാണുമ്പം പിന്നെ എടുത്ത് തോളി വെക്കും. പക്ഷെ അങ്ങോട്ട് മാറുമ്പോൾ പറയും ഇതൊരു ഭ്രാന്തൻ തന്നെ എന്ന് തന്നെ പറയും. അടുത്തതിൽ എന്നെ പ്രതി നമ്മൾ അങ്ങനെ ഭ്രാന്തൻ എന്ന് പറയണ്ട. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കേൾക്കൂല. അതങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കൂല. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നാട്ടില്. കാര്യം എന്ന് പറഞ്ഞാൽ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. എല്ലാം വേണം, എല്ലാം വേണം. വിശ്വാസം വേണം, ആരാധനകൾ വേണം, എല്ലാം വേണം. അമിതമായാൽ അമൃതം വിഷമാണ്. ഇതൊക്കെ ഇവരൊക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം. കഴിഞ്ഞ സീസണിൽ ഇവർ പഠിച്ച പണി 18 നോക്കി, ഒന്നും കിട്ടിയില്ല. എല്ലാം ഭംഗിയായിട്ട് നടന്ന അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പൊന്നാട അണിയിക്കേണ്ടി വന്നു. അപ്പൊ കുറെ കാലം വിളമ്പിക്കൊണ്ട് നടക്കാൻ വേണ്ടി ഒന്നും കിട്ടിയില്ല. ഇപ്പതാ അങ്ങനെ ഇരുന്നപ്പോണ്ട് ഇത് കിട്ടി. ഇത് പൊക്കി പിടിച്ചോണ്ട് വരികയാണ്. ഇനി കുറെ കാലം ഇതിൽ തൂക്കി പിടിച്ച് മുന്നോട്ട് കയറാൻ പറ്റുമെന്നാണ് നോക്കണത്. എവിടുന്ന്? അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. പിന്നെ ഒരു വ്യക്തി അവിടെ അമ്പലം ഉണ്ടാക്കട്ടെ. എന്താ അവൻ സ്വന്തമായിട്ട് വസ്തു വാങ്ങിച്ച് അവനൊരു അമ്പലം കെട്ടി അവിടെ വിഗ്രഹ പൂജ നടത്തുന്നതിന് ഒരു കുഴപ്പമില്ല. വേണമെന്നുള്ളവർ പോയാൽ മതി. ആരും പോണോന്ന് അവൻ പറയുന്നില്ല. ഇന്ന അവിടെ ശബരിമല ആർക്കും അമ്പലം കെട്ടുന്നതിനോ അങ്ങനെ എന്തെങ്കിലും ആരാധനാലയം കെട്ടുന്നതിനൊന്നും ആർക്കും ഒരു തടസ്സവുമില്ല. അത് ആരെയും ഇനി ബാബുരയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ആരെയും വെക്കാം. പക്ഷേ ശബരിമലയിലേത് എരുമേലിയിലേത് ബാബരല്ല, അത് ബാബുരയാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ആര് മൈൻഡ് ചെയ്യാൻ പോണതൊക്കെ ഈ പറയണവന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. ഏത് പാർട്ടികളാണ് തിരിഞ്ഞു നോക്കുന്നത്? ഈ പറയണ പിന്നെ പൊന്നുതമ്പുരാന്റെ അയ്യപ്പന്റെ ഇഷ്ടപ്രകാരമുള്ള പ്രതിഷ്ഠകളും വിശ്വാസങ്ങളും മാത്രമാണ് ഇന്നും നൂറ്റാണ്ടുകളായിട്ട് അവിടെ നിലനിൽക്കുന്നതും കോടാനകോടി ജനങ്ങൾ ആരാധിച്ചു വരുന്നതും. അതിനപ്പുറത്ത് ഒരു ക്ഷുദ്രജീവികൾ വിചാരിച്ചാൽ പോലും ആ പുണ്യ സ്ഥലത്ത് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ചെയ്യുന്നവൻ അനുഭവിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഉണ്ണികൃഷ്ണ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, ഈ മലയാളിയുടെ മഹത്തായ ഒരു മത സൗഹാർദ്ദ രീതി, മലയാളിയൊക്കെ എല്ലാ മലയാളികളും ആഘോഷങ്ങൾ പോലും ആ പരസ്പര സാഹോദര്യവും ഒക്കെ ഉണ്ട്. ഒരേ മതിൽക്കെട്ടിന് തിരുവനന്തപുരംകാരനായ താങ്കൾക്കറിയാം, എല്ലാം കൂടി ഒരു 20 മീറ്റർ പോലും അകലമില്ല പാളയത്തെ 2 പള്ളികളും ക്ഷേത്രവും തമ്മിൽ. അത്രത്തോളം ചേർന്ന് നിൽക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത, അല്ലെങ്കിൽ അതെല്ലാം എന്നെയും ദൈവസങ്കല്പത്തെ, ഓരോരുത്തരുടെ ദൈവസങ്കല്പത്തെയും ബഹുമാനത്തോടെ കാണുന്ന ഒരു നാടാണ്. അവിടേക്കാണ് ഇത്തരം ചില വിഷയങ്ങൾ തീണ്ടാൻ ശ്രമിക്കുന്നത്. സാർ, പൊതുവേദി ഒരു രാഷ്ട്രീയ പകപോക്കിനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സാർ. അത് നിയന്ത്രിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും ശരി, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുതാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു, വല്ലാത്ത അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ പലരുടെയും സംസാരങ്ങൾ. എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെന്താന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പകപോക്ക് നടത്താനുള്ള ഒരു സംഗതി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സാർ. ഏതായാലും എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള സംവിധാനം തുടരുന്നതാണ് നല്ലത്. അതല്ലാതെ എന്താണെന്ന് വെച്ചാൽ വർഗീയത ഇളക്കി വിട്ട് ഇവിടെ കേരളത്തിൽ ആവശ്യമുള്ള പ്രശ്നങ്ങൾ അല്ലാതെ തന്നെ ധാരാളമായിട്ടുണ്ട്. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ തന്നെ ധാരാളമുണ്ട്. വീണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വർഗീയത ഇളക്കി വിട്ട് അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി പിടി കലശം ബഹളങ്ങൾ ഇതൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിലവിലുള്ള സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. മോഹൻദാസ് ഭക്തർക്ക് അവകാശം നേടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് മോഹൻദാസ് ഓർക്കണമെന്ന് ഷാജി ഭാസ്കരൻ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഒക്കെ അക്കാലത്ത് വലിയ സമരങ്ങളും വലിയ പോരാട്ടങ്ങളും ഒക്കെ നയിച്ചാണ് ഇന്നീ കാണുന്ന കേരളം ഉണ്ടാക്കിയത്. അത് ശരിയാണ്. ശ്രീകുട്ടൻ വിളക്കിത്തല പറയുന്നു, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഹിന്ദുവാണ്, പക്ഷേ വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കില്ല. ഇത് ശുദ്ധ വർഗീയതയാണ്. എത്രയും ശിവദാസന് ഒരു ലവ് ചിഹ്നമൊക്കെ ഇടുന്നു. എല്ലാവരും പാട്ടുകാർ. ഈ പ്രവൃത്തിക്ക് പിന്നിൽ VHPയോ ഹിന്ദു ഐക്യവേദിയോ ആണെന്ന് അവർ പറഞ്ഞു. അതോ പാഴൂർ പടിപ്പുഴയിൽ പോയി കണ്ടുപിടിച്ചോ എന്ന് മോഹനൻ ES ചോദിക്കുന്നു. അവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് പിന്നിൽ ഹിന്ദു ഐക്യവേദി ഇല്ല എന്നാണ് അവർ കോടതിയിൽ ഔദ്യോഗികമായി പറഞ്ഞത്. എന്നാൽ അങ്ങനെ ബാബുരയാണ് എന്നുള്ള അഭിപ്രായത്തിൽ അവർക്ക് യോജിപ്പുണ്ട് താനും. അതാണ് അവരുടെ അഭിപ്രായം. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലടക്കം അവർ പൊതുമാധ്യമങ്ങളോടൊക്കെ അവർ പറഞ്ഞത്. ബാലകൃഷ്ണൻ അതുപോട്ടെ, അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ളതാണ്. അരുന്ധതി കോലപ്പറമ്പത്ത് ഹേ കിരൺ നമസ്കാരം എന്ന് പറയുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, കേരളത്തിൻ്റെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ബോധപൂർവം അത്തരമൊരു വർഗീയ അജണ്ട സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ ഈ ബാബരെ മാറ്റി ബാബുര എന്നുള്ളത്? നമസ്കാരം കിരൺ. അത് കൃത്യമായിട്ടും ഇന്നലെ നിങ്ങളുടെ ന്യൂസ് 18ന്റെ ഒരു ചർച്ച ഞാൻ മൊത്തം വീക്ഷിക്കുകയായിരുന്നു.
സത്യത്തിൽ ഇത് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും, സത്യത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ പേര് തന്നെ മാറ്റി ഹിന്ദു അനൈക്യവേദി എന്ന് തന്നെ ആക്കണം. കാരണം ഹിന്ദുക്കളുടെ അട്ടിപ്പേരവകാശമുള്ള ഒരു സംഘടനയല്ല ഹിന്ദു ഐക്യവേദി. ഇവിടെ 99% ഹൈന്ദവ സഹോദരന്മാരും ഇതിന് എതിരാണ്. കാരണം ശബരിമല പോലെയുള്ള ഒരു പുണ്യസ്ഥലത്ത് അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വാവര് പള്ളിയിൽ കയറിയിട്ടാണ് അവരുടെ ശബരിമലയിലോട്ടുള്ള അവരുടെ ഒരു സ്വാമിയുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നത്. അപ്പോഴാണ് ഇന്നലെ വിശ്വ ഹിന്ദു പരിഷത്തും അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദ RV ബാബുവിനെ പോലുള്ളവരൊക്കെ എങ്ങനെയാണ് ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആളാ. അങ്ങനെ വാപുരം എന്ന് പറയുന്ന സ്വാമിയോ വാപുര ദൈവമോ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് അപ്പുറത്തൊരു അമ്പലമൊക്കെ മാറ്റി സ്ഥാപിക്കാം. പക്ഷെ അതിനുവേണ്ടി ഈ രാജ്യത്തെ ഈ നാട്ടിലെ മതസൗഹാർദ്ദം തകർക്കുവാൻ ശ്രമിച്ചാൽ അതിനെ ഹൈന്ദവ സഹോദരന്മാർ തന്നെ ഇപ്പൊ ഇതിനകത്ത് തന്നെ സംസാരിച്ചത്, നമ്മളെ ഈ പൊതുവേദിയിൽ തന്നെ സംസാരിച്ചത് 10-20 സഹോദരന്മാരുണ്ട്. അവരെല്ലാവരും ഹൈന്ദവ വിശ്വാസികളാണ്. പക്ഷെ അവരെല്ലാം കൃത്യമായി പറയുന്നു ഹിന്ദു ഐക്യവേദിയും അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തുമല്ല ഇവിടെ ഹിന്ദുക്കളുടെ കാര്യങ്ങളും മതവിശ്വാസികളുടെ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇവിടെ കിരൺ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ലോകത്ത് എവിടെ ചെന്നാലും നമ്മൾ അഭിമാനത്തോട് തന്നെ പറയും, ഇത് ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്, ഞാൻ കൊല്ലക്കാരനാണ്, പത്തനംതിട്ട ജില്ലയ്ക്ക് അടുത്താണ്, എന്റെ തൊട്ടടുത്താണ് ശബരിമല, അവിടെ ഒരു പ്രത്യേകതയുണ്ട്, വാവരനെ കണ്ടിട്ടാണ് ഭക്തന്മാർ ഇനി ഏത് സംസ്ഥാനത്ത് വന്നാലും ശബരിമലയിൽ പോകുന്നത്. അത് നമുക്കെല്ലാവർക്കും ഒരു അഭിമാനം തന്നെയാണ്. ഈ രാജ്യത്തിന് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം ഒരുപോലെ തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന ഈ നാട്ടിൽ ഈ RV ബാബുവിനെ പോലെയുള്ള ആളുകളാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുവാൻ ശ്രമിക്കുന്നത്. ശ്രീ പ്രഭാകരനാണ്, കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രഭാകരൻ, താങ്കൾ എങ്ങനെയാണ് ഇത്തരമൊരു നീക്കത്തോട് പ്രതികരിക്കുന്നത്? സാർ, ഇതൊരു ഒരർത്ഥത്തിൽ ഒരു ഗതികേടാ. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പൊ സമാധാനത്തോടെ ജീവിക്കാനും നമുക്ക് ഈ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇച്ചിരി സമാധാനമുള്ളത്, ഇച്ചിരി മതേതര സ്വഭാവമുള്ള ഒരു ആത്മീയ പ്രസ്ഥാനം എന്ന നിലയിൽ അവിടെ ഇത്തിരി സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ രണ്ടും രണ്ടാണ്, ഭക്തിയും കാമവും എന്ന് വേണ്ടിവെന്നാണെന്ന് പറയാം. ദാർശനികമായി ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഭക്തിയൊന്നുമല്ല, ഇത് കാമം. ഇതിന് പ്രത്യേകം പറയുന്നത് അങ്ങനെയാണ്, കാമം എന്നാണ് അതിന് പറയുന്നത്. ഇപ്പൊ ജനങ്ങളുടെ കാമോദ്ദീപമായിട്ടുള്ള ചില ചിന്തയും ചില കാര്യങ്ങളും ചില കുഴപ്പങ്ങളൊക്കെയാണ്. അതിന് ഇവിടുത്തെ സാധാരണ ഒരു മതേതര സ്വഭാവമുള്ള ഒരു കൂട്ടായ്മ ഉള്ള ഒരു ജനമുണ്ട്, അവരതിനൊന്നും സമ്മതിക്കുന്നില്ല. ഇത് ഘോഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതേ ഉള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രഭാകരൻ, ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, മലയാളി ജീവിതത്തിലേക്ക് സ്വസ്ഥമായി ജീവിക്കുമ്പോൾ അതിനിടയിലേക്ക് ഒരല്പം വർഗീയത കിടക്കട്ടെ എന്നുള്ള മട്ടിൽ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ വാവരല്ല ബാബുരയാണ് എന്നൊക്കെയുള്ള വാദം? ഇതൊക്കെ ശുദ്ധ തോന്നിവാസാണ്. ഈ ദൈവത്തിന്റെ പേരിൽ ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിക്കുക. ഞാൻ സന്തോഷ് ജോർജ് കൊടക്കനയുടെ ഭാഷ കടത്താല് ദൈവത്തിന് ഒരു വാഴയ്ക്കും ഇവിടെ ചെയ്യാൻ പറ്റൂല, ഒരു ദൈവത്തിനും. ഈ ഇങ്ങനെയുള്ള ദൈവത്തിന്റെ പേരിലാണ് ഇപ്പൊ ബാലകൃഷ്ണൻ കുറച്ചു മുമ്പ് പറഞ്ഞാല് ഈ നമ്മൾ TV ചാനൽ പിടിക്കുന്ന ആൾക്കാരെ അധിക്ഷേപിക്കുക, ഇയാൾക്കാരെ അവകാശം കൊടുത്ത് ഇയാൾ വലിയ 10, 65, 70 വയസ്സിന്റെ മനുഷ്യനുണ്ട്, ഇയാൾ എല്ലാവരും എന്നും വെല്ലുവിളിക്കുന്നത് ഇയാളൊക്കെ അപ്പൻ നമ്മൾ പറയും. ഈ ബാലകൃഷ്ണൻ മനസ്സിലാക്കണം, എന്നും ബാലകൃഷ്ണൻ കേൾക്കുന്നുണ്ട്. ഞാനങ്ങനെ ഒരാൾ അഭിപ്രായം പറയുന്ന ആളല്ല. പക്ഷെ ഇയാളെ ശിവദാസിനെ പറ്റി എന്തൊക്കെ അയാൾ പറഞ്ഞേ? ഇയാളെന്ന് ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ ഇവരോടെല്ലാം പറയുന്നത്, ഈ ലോകത്തിലെ ഏക മതേതര രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏക മതേതര രാജ്യം അത് ഇന്ത്യയാണ്. ഇന്ത്യ ഒരു BJP-കാരനോ ഒരു മുസ്ലിം വർഗീയവാദിയോ ഒറ്റയും കറവാട്ടുവാദിയല്ല, നൊടിയാണ് എന്നുള്ളത്. ഈ ഭാഷ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നു. ഓക്കെ ബാബു, എങ്ങനെയാണ് ലാസ്റ്റ് പറഞ്ഞ വാക്ക് ഏതാണ്? നൊടിയാണ്ട് നിൽക്കണം ഇങ്ങനെ വർഗീയവാദികൾ. നമ്മളെ മലബാർ ഭാഷ നൊടിയാണ്ട് നിൽക്കുക. ശരി, ഓക്കെ. അത് നമ്മളെ മലബാർ ഭാഷയാണ്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അത് ഞാൻ ആ വാക്ക് കേട്ടതുകൊണ്ട് ഉള്ള കൗതുകം കൊണ്ട് വീണ്ടും ചോദിച്ചാണ്. ശ്രീ ദാസൻ, ശ്രീ അൻസറാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ അൻസർ, ഈ വാവരല്ല അത് ബാബുരയാണ്, അതുകൊണ്ട് അത് തെറ്റി വാവരായി പോയതാണ് എന്നൊരു വാദവുമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും അത് അത്ര സതുദ്ദേശപരമാണ് എന്ന് കരുതാൻ ആവില്ല. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാർ, ഇത് മതം ഭ്രാന്തായി കാണുന്ന ആൾക്കാർക്കാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഞാൻ 9 പ്രാവശ്യം ശബരിമല പോയിട്ടുള്ള വ്യക്തിയാണ്.
അതുകൂടാതെ എൻ്റെ വീടിനടുത്തൊരു അമ്പലമുണ്ട്, നേതാജി ആലപ്പുഴയിൽ. ഞങ്ങൾ സ്ഥിരം പോകുന്നതാണ്. ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്കും അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് കാര്യങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും സാർ. പറയാതിരിക്കാൻ മേല, കുറച്ച് മതഭ്രാന്തായി ചിന്തിക്കുന്ന കുറെ പ്രായമുള്ള ആൾക്കാർ ചത്ത് തൊലയാതെ ഈ രാജ്യം ശരിയായില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണം, കാരണം അത് ഗതികെട്ടുകൊണ്ട് പറയുന്നതാണ്. എനിക്കറിയാം. ഒരുപാട് നമ്മുടെ മതഭ്രാന്തന്മാരെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ അറിയാതെ പറഞ്ഞു നമുക്കത് ബുദ്ധിമുട്ട് തോന്നും. കാരണം സ്കൂളുകളിൽ സാർ ഒരു വീക്കെൻഡിലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പീരീഡിലോ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എല്ലാ ആഴ്ചയിലും. കുട്ടികൾ ഇത് മതപരമായിട്ട് മറ്റുള്ള പുറത്തു പോകുമ്പോഴും ഇവർക്ക് അത് കുത്തിവെക്കാതെ സ്കൂളിൽ വരുമ്പോഴായിട്ടുള്ള നല്ല വാർത്തകൾ അല്ലെങ്കിൽ ഒന്നാണെന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടാകും സാർ. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും നമ്മൾ ഇത്രയും ടെക്നോളജി ജീവിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ നടക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാർ? എന്നിട്ട് എന്താണ് ഇവർക്ക് നേടാൻ പറ്റുന്നത് സാർ? വളരെ ഇങ്ങനെയുള്ള മറ്റു പല ഉദ്ദേശങ്ങളും ഒക്കെ കാണും ശ്രീ അൻസർ. ഈ വർഗീയ വിഷം കുത്തിവെക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ഈ വർഗീയ വിഷം പറയുന്നത് അത് ഇനി ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഈ വർഗീയത പറയുന്ന ആളുകൾക്ക് ആ മതവുമായി വലിയ ബന്ധമൊന്നുമില്ല. അവർക്ക് ആ മതവിശ്വാസമൊന്നുമില്ല. അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അവർ പലപ്പോഴും ഈ മതത്തിന്റെ ഒരു അട്ടിപ്പേര അവകാശം ഞങ്ങളാണ് എന്ന മട്ടിൽ ഏറ്റെടുക്കുന്നത്. അതിനി എല്ലാ മതത്തിലെയും മൗലികവാദികളുടെ സ്വഭാവമാണത്. തീർച്ചയായിട്ടും. എന്റെ ഫാദറിന്റെ ചേട്ടൻ ഈ വാവൂർ പള്ളിയിലെ സെക്രട്ടറി ആയിരുന്നു, മരിച്ചുപോയി. ഈ ഖബർസ്ഥാനത്ത് ഞാൻ ഈ നമ്മളെ കെട്ടും കൊണ്ട് പോയിട്ട് നമ്മൾ ഓൾറെഡി ആ ഖബർസ്ഥാനത്ത് പോയിട്ട് അവിടെ മേടിച്ച് ആ അനുഗ്രഹം മേടിച്ച് ആ പള്ളിയിലും കയറിയിട്ടാണ് മലയ്ക്ക് പോയത്. കാരണം അതൊക്കെ നമ്മുടെ വ്യക്തിപരമാണിത്, ആരും ബോധ്യപ്പെടുത്തുന്നതല്ല. മനസ്സിലായില്ല? ഇതൊക്കെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് മാറണം സാർ. ഇത് പിന്നെ ഇതിങ്ങനെ കാണിക്കുന്ന വളരെ മോശമാണ്. ഇതൊക്കെ എന്ത് വാർത്തയൊക്കെ കഴിവും തന്നെ ഇത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ് വാവൂർ പള്ളി എന്ന് പറയുന്നതിലും അങ്ങനെ നമ്മൾ സ്ഥാനം കൊടുക്കുന്നത്. ഇത് പിന്നെ മാറ്റണം. ഇത് വളരെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ കേരളം മുന്നോട്ട് പോകുന്നത്. വളരെ വളരെ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സമാധാനവും സ്വസ്ഥതയും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു നാട്ടിലേക്ക് നാടിൻ്റെ സമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണിത് എന്നൊക്കെ കാണേണ്ടി വരും. ശ്രീ ഉമേഷാണ് പാലോട് നിന്ന്. ശ്രീ ഉമേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? കാരണം ഞാൻ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായ ദൈവവിശ്വാസിയും കാര്യങ്ങളുമായിട്ടൊക്കെ കൊണ്ടു നടന്നതാണ്. പറഞ്ഞോളൂ. ഇപ്പം ദൈവവിശ്വാസി അല്ലേ? ഞാൻ ദൈവവിശ്വാസി എന്നല്ല, ഞാൻ ഒരു കാലത്ത് ഭയങ്കരമായ ദൈവവിശ്വാസി. പക്ഷെ പിന്നീടാണ് എനിക്കത് മനസ്സിലായി ഇതൊക്കെ ഒരുതരം തട്ടിപ്പാണ്, പറ്റിപ്പാണ് എന്നൊക്കെ. നമ്മളാ രാജ്യം എന്ന് പറയുന്നത് തന്നെ നമ്മളിവിടെ ഉൾക്കൊള്ളാത്ത മതങ്ങളൊന്നും ഇല്ലല്ലോ സാറേ. ഉണ്ടാ? നമ്മളിവിടെ ഉൾക്കൊള്ളാത്ത ഒരു മതവും ഇല്ല. എല്ലാവർക്കും വിശ്വസിക്കാൻ, ക്ഷേത്രം കെട്ടാൻ, പള്ളി വയ്ക്കാൻ, എല്ലാം ചെയ്യാം. പിന്നെ അതിന്റെ ഇടയ്ക്ക് കൂടെ ഒരു പാവലയും കൂടെ വന്നോട്ട് സാറേ, ഒരു പുതിയ മതം കൂടെ വന്നോട്ട്, നമുക്ക് എന്താണ് ബുദ്ധിമുട്ട്? അവർ വിശ്വസിക്കുന്നവർ പോട്ടെ. നമ്മളിവിടെ കിടന്ന് സ്റ്റേ മേടിച്ചും വഴക്ക് പറഞ്ഞും പള്ളു കുളിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. എന്തെങ്കിലും കാര്യമുണ്ടോ? സാറിപ്പോൾ ഇരുന്ന് സംസാരിച്ചത് കൊണ്ട് ഇപ്പൊ സാറ് 100 കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അതിൽ ശരിയായിട്ട് എടുക്കണവരുണ്ട്, തെറ്റായിട്ട് എടുക്കണവരുണ്ട്. അതെ, ഓരോരുത്തരും ഓരോ രീതിയിലാണ് എടുക്കുന്നത്. ഓരോ രീതിയിലാണ്. ഇനിയിപ്പോ ഒരു പുതിയ വാവൂര് എന്ന് പറയുന്ന ഒരു മതവും കൂടെ വന്നോട്ടെ, അമ്മക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ ഇന്ത്യ രാജ്യത്തല്ലേ ജീവിക്കുന്നത്. പിന്നെ ഈ ദൈവവിശ്വാസികള് സത്യം പറഞ്ഞാൽ വീറും മണ്ടം പറയണം. ഞാൻ കുറെ കാലം അതിന്റെ പിറകെ നടന്നതാണ്. ഏകദേശം എന്റെ 12 വയസ്സ് മുതൽ ഒരു 20-22 വയസ്സ് വരെ ഞാൻ ഇതിന്റെ പിറകെ നടന്നവനാണ്. അതുപോലെ പിന്നീടാണ് എനിക്ക് മനസ്സിലായി ഇതൊരു പൊട്ടത്തരമാണെന്ന്. എന്തെങ്കിലും ഒരു ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വന്നാൽ രക്ഷിക്കാൻ പറ്റാത്ത ഏത് നമ്മളെ ഈ ജോർജ് കുളങ്ങര പറയും, സന്തോഷ് ജോർജ് കുളങ്ങര പറയും, ഇവിടെ 2 വയസ്സായ കൊച്ചുങ്ങളെ കിണറ്റി വീണ് മരിക്കണം. ആ കൊച്ചു എന്ത് പാവം ചെയ്തിട്ടാണ് ദൈവം അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത് എന്ന് ചോദിച്ചോണക്കാണ്. ഇതൊക്കെ പൊട്ടത്തരാണെന്ന് യവന്മാര് തമ്മിലടിച്ച്. പിന്നെ ഇതിലെനിക്കൊരു കാര്യം പറയാനുള്ള സാറേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിരപരാധികളാണ് അടി കൊള്ളണത്. തെറ്റ് അവരുടെ നിലയിലാണ് ഇത് മൊത്തം കാര്യവും മാറണത്. അതൊരു കാര്യം നേരാണ്. പലപ്പോഴും ഏത് മതത്തിന്റെ പേരിലായാലും ഈ വർഗീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് മറ്റു ചില അജണ്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ ഈ ദൈവവിശ്വാസം പോലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷെ അവർക്ക് വേണ്ടി അടികൊള്ളുന്നതും ജീവിതം നഷ്ടപ്പെടുന്നതും ഒക്കെ പാവപ്പെട്ട സാധാരണ വിശ്വാസിയുടെയാണ്. സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരായിരിക്കും അവസാനം കിടന്ന് ഇതിനിളന്ന് തടുക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ ഉമേഷ്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഇപ്പോൾ ഇങ്ങനെ ഒരു അജണ്ട, ഈ വാവരല്ല ശബരിമലയിൽ വാവൂരയാണ് എന്നൊക്കെ പറഞ്ഞൊരു അജണ്ട കൊണ്ടുവരിക, അതിനൊരു ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി സ്വകാര്യ വ്യക്തി, ഈ തിരുവനന്തപുരംകാരനാണ്, അവിടെ പോയി ഒരു ഭൂമിയൊക്കെ വാങ്ങി അവിടെ ക്ഷേത്രം നിർമ്മിക്കാനുള്ള ശ്രമം, അതിന്റെ പിന്നിലെ ഒരു ഉദ്ദേശത്തെയൊക്കെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം. നമസ്കാരം. ഐക്യത്തോടെ ജയിക്കുന്ന കേരള ജനതയെ തല്ലി തകർക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂ. ഇത്ര മാത്രമേ ഇതിലുള്ളൂ സാറേ. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചത് സാറേ, 2 ദിവസമായിട്ട് നമ്മളവിടെ ചർച്ച നടത്തിയ ഒരു കേസുണ്ട്. യുഎസിലെ ഒരു കേസ്, യുഎസിലെ കമ്മ്യൂണിസ്റ്റ് എല്ലാവരും എഴുതി കൊടുക്കണമെന്നുള്ള. ഞാൻ ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതിനകത്ത് ഇങ്ങനെ ഒരു ബന്ധം പ്രചരിക്കുന്നുണ്ട് കേട്ടോ. സാർ അത് അന്വേഷിച്ചായിരുന്നോ? ഈ മുഖ്യമന്ത്രി മുൻപ് എഴുതി കൊടുത്തതായിട്ട് ഉള്ള ആ ലെറ്റർ, ആ സ്റ്റേറ്റ്മെന്റ്
ഇപ്പൊ യൂട്യൂബിലും ഇതിലൊക്കെ വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. നേരത്തെ ഇപ്പോഴും അത് തന്നെ ആവർത്തിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം ഇതിനകത്തുണ്ട്. ഓരോരുത്തരും നമുക്ക് നാട്ടിലെ ഗൗരവമുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ചിലർ അതിന്റെ അജണ്ട വെക്കാൻ വേണ്ടി അത്തരം ചില കാര്യം ഞാൻ ഇന്നലെ തന്നെ വ്യക്തമായി അത് പറഞ്ഞതാണ്. അതിന് അങ്ങനെയൊന്നും അല്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പ്രചരിക്കുന്നുണ്ട് സാറേ, പ്രചരിക്കുന്നുണ്ട്. ഞാൻ സാറിന്റെ നമ്പറിൽ അയക്കാൻ വേണ്ടി ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്ത് നെറ്റിൽ നിന്ന് നമ്പറുകൾ എടുത്ത് ഒന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ല. ശരി, ഇതാണ് ഇപ്പോൾ താങ്കൾ കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി അവിടെ PCR പറഞ്ഞാൽ മതി, അവരുടെ നമ്പർ തരും, അവിടെ നിന്ന് താങ്കൾക്ക് വിളിക്കാം. ശരി, ശ്രീ ജയകുമാർ. അടുത്ത പ്രേക്ഷകൻ ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താ, ഈ അമ്പലത്തിലെ വരുമാനം അതങ്ങോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നോക്കി അതൊരു ശരിയാണ്, ഈ വരുമാനമാണ് എല്ലായിടത്തെയും പ്രശ്നം. വരുമാനം ഇല്ലെങ്കിൽ അവിടെ മനുഷ്യൻ തിരിഞ്ഞു കയറില്ല. അമ്പലം വേണ്ട, പള്ളിയും വേണ്ട അവിടെ. എല്ലാ ആരാധനാലയങ്ങളുടെയും അതിന് ഏത് മതമായാലും ആരാധനാലയങ്ങളുടെ ഈ പ്രാധാന്യത്തിന് ഒരു പ്രധാനപ്പെട്ട ഏത് വരുമാനമാണ്. ആ കൊറോണ വന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു. ഈ ഗതികെട്ട അമ്പലങ്ങളാണ് അവിടെ കൊടുക്കട്ടെ കൊണ്ട് പൈസ. അല്ലാണ്ട് ഈ ശബരിമല കിട്ടുന്ന പൈസ കൊണ്ടാണ് യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മറ്റു ക്ഷേത്രങ്ങളിലെ ഒക്കെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഒരു അമ്പലം കൂടെ വിറ്റുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആളുകൾ കയറിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പൈസ കൊടുക്കരുത്. പൈസ കുറഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ നിന്ന് കൂടും അമ്പലവും പള്ളിയൊക്കെ. ശ്രീ പ്രദീപ, ഈ ശബരിമലയിലെ വരുമാനം കൊണ്ടാണ് മറ്റു ക്ഷേത്രങ്ങളൊക്കെ നിലനിർത്താൻ കഴിയുന്നത് തന്നെ. ഈ പറയുന്ന ആളുകളൊക്കെ ക്ഷേത്രത്തിൽ അവിടെ ശബരിമലയിൽ കാണിക്കേണ്ടിരുന്നൊക്കെ ചിലർ പറഞ്ഞു. പക്ഷേ അതില്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളുടെ അവസ്ഥ അവിടെ ശമ്പളം കൊടുക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലാണ്. അമ്പലത്തിലൊന്നും പ്രശ്നമില്ല. ഈ വരുമാനം അമ്പലത്തിലുള്ള അമ്പലത്തിലെ പ്രശ്നമുള്ളൂ. അതെ, വേറെ അമ്പലങ്ങളിലും ഒരു പ്രശ്നമില്ല. ഈ വരുമാനം ഗുരുവായൂർ, ശബരിമല അതുപോലെ അമ്പലത്തിലെ പ്രശ്നമുള്ളൂ. അത് ഈ വരുമാനം കുറഞ്ഞാൽ വേറെ കേസൊന്നും ഇല്ല. പറയാനുള്ളൂ. ശരി, ശ്രീ പ്രദീപിന്റെ അഭിപ്രായം. ശ്രീ വിഷ്ണു ആണ് കോഴിക്കോട് നിന്നാണ്. ശ്രീ വിഷ്ണു, താങ്കൾ എങ്ങനെയാണ് ഈ വാവരും അയ്യപ്പനും ഒക്കെ മലയാളിയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് ഒരേപോലെ ദൈവത്തെ അങ്ങനെ ആരും വിശ്വസിക്കുമ്പോൾ ഇന്ന ദൈവം, വലിയ ദൈവം, മറ്റേ ദൈവം, കുറഞ്ഞ ദൈവം എന്നൊന്നുമല്ല. അവർ ഒരുപോലെയാണ് എല്ലാ ദൈവങ്ങളെയും കാണുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. വൈകാരികമായി കൂടി കാണുന്നതാണ്. അത്തരമൊരു വിഷയത്തിലാണ് ഇത്തരം ഒരു വാവരല്ല വാപുരയാണ് എന്നൊക്കെ പറയുന്നത്. അതെ, എനിക്ക് ഇവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. അയ്യപ്പന് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ഒരേപോലെയാണ്. പിന്നെ ഇവരെന്തിനാ അയ്യപ്പനാവാൻ നോക്കുന്നു? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ഇനിയും ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ സന്തോഷാണ് കാസർഗോഡ് നിന്നും ചേരുന്നത്. ശ്രീ സന്തോഷ്, താങ്കൾ പറഞ്ഞോളൂ. ഈ എന്റെ കാഴ്ചപ്പാടിൽ ഒരു 25 വർഷത്തിനുള്ള കേരളത്തിൽ വലിയൊരു വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും ഈ BJP, RSS ഇതിന്റെയൊക്കെ. ഞാൻ ചോദിക്കട്ടെ, ഈ വടകരയിലുള്ള കണ്ടര് ബാലകൃഷ്ണൻ എന്താ ഇത്ര ചൊറിച്ചില്? ഇയാൾക്ക് മാത്രം ചൊറിഞ്ഞാൽ മതിയാ? മറ്റുള്ളവർ പറയുമ്പോ ഇയാളെ അടിച്ചേൽപ്പിക്കണ്ടേ? എന്റെ ആവശ്യമൊന്നും ഇയാൾക്കില്ല. ഓരോരോ ആൾക്ക് പൊതുവേദിയിൽ ഓരോരോ അഭിപ്രായം പറയും. മറ്റുള്ളവരെ മേക്കിട്ട് കയറാൻ നിൽക്കണ്ട. മറ്റേ ദാസൻ പറഞ്ഞാലേ അധികം ഞൊടിച്ചില് ഇങ്ങോട്ട് ഇളക്കണ്ട. നമുക്കറിയാം പറയാൻ. സന്തോഷ്, താങ്കളുടെ അഭിപ്രായം പറയൂ. അല്ല, അങ്ങനെയല്ല സാറേ. ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആള് എപ്പം നോക്കിയാലും ഇങ്ങനത്തെ മതത്തിന്റെ പേരിൽ വരുന്ന എന്ത് വിഷയം വന്നാലും മറ്റുള്ള മതങ്ങളെ അടിച്ച് ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഇയാളെ വർത്തമാനം. ഇത് ഇവരെ ലക്ഷ്യം എന്ന് വെച്ചാല് കേരളത്തിൽ വർഗീയ വടക്കേന്ത്യയിലൊക്കെ പോലെ വർഗീയത ഉണ്ടാക്കുക, ഇവിടെ ഒരു ലഹള ഉണ്ടാക്കുക, എന്നിട്ട് BJPയിലേക്ക് RSSലേക്ക് ആൾക്കാരെ കൂട്ടുക. ഹിന്ദുക്കളെല്ലാം അങ്ങോട്ട് പോകുന്നു. ഇയാളെ വിചാരം, ഇവരെല്ലാം വിചാരം അങ്ങനെയാ? ഹിന്ദുക്കളൊന്നും അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നേരത്തെ BJP ഭരണം വരേണ്ട സമയം കഴിഞ്ഞില്ലേ? ഹിന്ദുക്കൾ, ഇത് മതേതരത്വ കേരളമാണ്. ഇവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഒരു കേരളമാണ്. അതിനെ തച്ചുടക്കാൻ ഇവിടെ നടക്കൂല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീനിവാസനാണ് കോതമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീനിവാസൻ, താങ്കൾ എങ്ങനെയാണ് ഇത്തരമൊരു നീക്കത്തെ വിലയിരുത്തുന്നത്? അല്ല, ഇതിപ്പോ നിലവില് നമ്മൾ പാരമ്പര്യമായിട്ട് ആരാധിക്കുന്ന ക്ഷേത്രങ്ങളാണ് ശബരിമലയും വാവൂര് നടയും. ഞാൻ ഈ വാവൂര് നടയിലൊക്കെ ഞാൻ പോണതാണ്. നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ വാവൂര് നട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പാരമ്പര്യമായിട്ട് ആരാധിക്കുന്ന സ്ഥലമാണല്ലോ. പിന്നെ ഇതിനെ കുറിച്ച് പറയേണ്ട കാര്യം എന്നാ? ചിലർക്ക് അതിനകത്ത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചില ഗുണങ്ങൾ ഉണ്ടാകും എന്ന് അവർ കണക്കൂട്ടുന്നുണ്ടാവും. അവരെങ്ങനെ കണക്കൂട്ടുന്നത്? നമ്മൾ പാരമ്പര്യമായിട്ട് ആരാധിക്കുന്ന ഒരു സ്ഥലങ്ങള് നമ്മൾ പോണു.
നമ്മൾ പാരമ്പര്യമായിട്ട് ആരാധിക്കണു, അവിടെ പോയി നമ്മൾ ശബരിമലയ്ക്ക് പോകണു. അതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിലെ ഒരു പുണ്യം എന്നൊക്കെ പറയുന്നത്. ഓരോരുത്തരും അങ്ങനെ കാണുന്നതും അങ്ങനെ എരുമേലിയിൽ പേട്ടതുള്ളി പോകുന്ന ആളുകൾ, എരുമേലിയിൽ കയറിയിട്ട് പോകുന്ന ആളുകളും ഒക്കെ അത് എരുമേലിയും ശബരിമലയിലെ തന്നെ വാവരുനടയും ഒക്കെ അതെല്ലാം ആ ഒരു ശബരിമല വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാം അവർ പുണ്യസ്ഥലങ്ങളായിട്ടാണ് കാണുന്നത്. അതിനിടയിലേക്കാണ് ഇവർ വിഷം കലർത്താൻ പറഞ്ഞ വ്യക്തി ഹിന്ദു തന്നെയല്ലേ? ഈ പറഞ്ഞ വ്യക്തി ഇപ്പൊ ഹിന്ദു തന്നെയല്ലേ? അതാണ് ചോദിച്ചതിന്റെ ഉദ്ദേശം. ശരി, ശ്രീനിവാസൻ. ശ്രീ എം പി മണിയാണ്, ഷൊർണൂരിൽ നിന്നാണ്. ശ്രീ എം പി മണി, താങ്കൾ എങ്ങനെയാണ് ഈ സ്വസ്ഥമായ ജീവിതത്തിനിടയിലേക്ക് ഇത്തരം അജണ്ടകൾ കലർത്താൻ ശ്രമിക്കുന്നവരെ കാണുന്നത്? ഈ മനുഷ്യരാശിയുടെ ശാപം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളും അശാസ്ത്രീയതുമാണ്. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ്. കാരണം ഏത് വിഷയം പഠിപ്പിക്കുകയാണെങ്കിലും അത് ശരിയായ രീതിയിലും ശാസ്ത്രീയമായും ആയിരിക്കണം. അത് ആത്മീയതയ്ക്കും അത് ആവശ്യമാണ്. കാരണം ആത്മീയത ശരിയായ രീതിയിൽ പഠിച്ചാൽ ഇത്തരം ചർച്ചകളോ പ്രശ്നങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ അടിവരയിട്ട് പറയാനുള്ള ആധ്യാത്മിക അല്ലെങ്കിൽ പോലും എനിക്ക് പറയാനുള്ളത്, ഈ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളായി കാണുകയും അവയ്ക്ക് പരിഹാരം കാണാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ പരം ഒരു ഈശ്വരാനുഗ്രഹമില്ല എന്നുള്ളതാണ് മറ്റേ കാർൽ മാർക്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒരു ആത്മീയാചാര്യൻ എന്നോട് ഒരിക്കൽ പറഞ്ഞത്, നമ്മുടെ കാർൽ മാർക്സിന് ഭഗവാൻ കാർൽ മാർക്സ് എന്ന് പറയണമെന്നായിരുന്നു. ഇതാണ് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ അരുണാണ്, കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അരുൺ, ശബരിമല വിശ്വാസത്തിന്റെ ഭാഗമാണ് അയ്യപ്പനും വാവരും എല്ലാം. അതിനിടയിലേക്കാണ് അത് അങ്ങനെയല്ല, വാവരല്ല ബാബുരയാണ് എന്നുള്ള വാദമൊക്കെ ഉന്നയിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് സാറേ, കിരണല്ലേ സാറേ? അതെ, പറഞ്ഞോളൂ. ഞാൻ കൂടുതൽ ഈ പൊതുവേദി കേൾക്കാറുണ്ട്. എനിക്ക് സുഖമില്ലാതെ ഞാൻ കിടപ്പിലാണ്. എന്ത് പറ്റി ശ്രീ അരുൺ? എനിക്ക് സ്ട്രോക്ക് വന്ന് നടക്കാൻ പറ്റുന്നില്ല. ശരി, ഓക്കെ. ചികിത്സ തേടുന്നില്ലേ? ഇന്ന് തേടുന്നുണ്ട്. ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ മൊത്തമായിട്ട് ഇങ്ങനെ എന്ത് ചർച്ച ചെയ്യുന്നത് മനസ്സിലായില്ല. ശരി, താങ്കൾ പറഞ്ഞോളൂ, അഭിപ്രായം പറഞ്ഞോളൂ. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ദൈവത്തിന്റെ എന്തോ പറഞ്ഞു കേട്ടു ഞാനിപ്പോ വിളിച്ചിട്ടാകുമ്പോ. ദൈവത്തിന്റെ വിശ്വാസമാണ് ഞാൻ, പക്ഷെ ഇപ്പൊ എനിക്ക് വിശ്വാസമില്ല ഇങ്ങനെ ആയതുകൊണ്ട്. ശരി, അങ്ങനെ. ശരി. പിന്നെ അത് കിട്ടുന്നോണ്ട് ഒരാൾ 300 രൂപ വിളിച്ചിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു കേട്ടു. അങ്ങനെ ഞാൻ വിളിക്കാതിരുന്നത്. ഇന്നിപ്പോ പെട്ടെന്ന് കിട്ടിപ്പോയി. ഇനി എന്തുണ്ടെങ്കിലും വിളിക്കാം സാറേ. ശരി അരുൺ, ഇടയ്ക്ക് കാണും, വിളിക്കൂ. താങ്കളുടെ അസുഖം വേഗത്തിൽ തന്നെ ഭേദമാകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. താങ്കൾക്ക് എളുപ്പം തന്നെ ആരോഗ്യപൂർണ്ണമായ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരാൻ കഴിയട്ടെ. ശ്രീ ആദിത്യനാണ്, കോഴിക്കോട് നിന്നും. ശ്രീ ആദിത്യൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? എനിക്ക് 1-2 കാര്യങ്ങളാണ് പറയാനുള്ളത്. പറഞ്ഞോ. അത് ആക്ച്വലി ഇപ്പോഴുള്ള കാര്യങ്ങൾ മാറ്റണമെന്നോ അങ്ങനെയൊന്നുമല്ല. എന്നാലും ഇപ്പം ഇസ്ലാമിക വിശ്വാസപ്രകാരം അവിടെ ശരിക്കും വാവരെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അത് അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണല്ലോ. അതായത് അള്ളാഹു അല്ലാതെ വേറൊരു ദൈവം ഇല്ലാന്ന്. അപ്പൊ അവിടെ വാവരെന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അവിടെ ഇല്ല. അവിടെ അള്ളാഹുവിനെയാണ് ഉള്ള ഓഫറിങ്സ് ആണ് ഉള്ളത്. പിന്നെ ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, ഹിസ്റ്റോറിക്കലി ഈ അയ്യപ്പന്റെ കാലത്ത് ഇസ്ലാം എന്നൊരു മതം കേരളത്തിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെങ്ങനെയാണ് ശ്രീ ആദിത്യൻ പറയുന്നത്? ഹിസ്റ്റോറിക്കലി അയ്യപ്പന്റെ കാലം ഇന്നതാണ് എന്ന് അങ്ങനെ ഒരു ആധികാരികമായ തെളിവ് വല്ലതും ഉണ്ടോ? ആധികാരികമായിട്ട് ശരിക്കും 8-ാം നൂറ്റാണ്ടിന് മുന്നേ ആയിട്ടാണ് പറയുന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ എന്തായാലും ഇസ്ലാം ഈ കേരളത്തിൽ എത്തിയിട്ടില്ല. ഇനി എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഇടപെടാനൊക്കെ ഉള്ള ഒരു ഇത് ശരിക്കും ഭാഷയുടെ ബാരിയേഴ്സ് ഒക്കെ ഉണ്ട്, അവിടെ വരുന്നുണ്ട്. പിന്നെ കേരളത്തിൽ ഇസ്ലാം മതം എത്തിയ ശേഷം മലയാളികളാണ് ഈ ഇസ്ലാം മതത്തിലേക്ക് മാറിയതും ക്രൈസ്തവ മതത്തിന് ശേഷം ക്രിസ്തവ മതത്തിലേക്ക് മാറിയതും ഒക്കെ. അല്ലാതെ കേരളത്തിൽ അവിടെ പണ്ടുണ്ടായിരുന്ന ആളുകളൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ മതങ്ങളിലേക്ക് കേരളത്തിലേക്ക് വന്ന എല്ലാ മതങ്ങളിലേക്കും മാറി. അല്ലാതെ വേറെ പുറത്തുനിന്ന് കുറച്ച് ക്രിസ്ത്യാനികളോ മുസ്ലിമോ ഒന്നും വന്ന് കേരളത്തിൽ താമസിച്ച് മതം പ്രചരിപ്പിച്ചല്ലോ. അല്ലല്ല, പക്ഷെ വന്നവര് അങ്ങനെ ഓക്കെ, അതൊക്കെ. പക്ഷെ
ഈ അയ്യപ്പന്റെ കാലഘട്ടത്തിൽ എന്തായാലും ഇസ്ലാം എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ കാലഘട്ടമൊക്കെ അതൊക്കെ സങ്കല്പമല്ലേ ശ്രീ ആദിത്യൻ? അത് ഈ എങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ, അല്ലെങ്കിൽ അത് അങ്ങനെയാണോ? ഇതൊക്കെ നമ്മളെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനകത്ത് അങ്ങനെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണെങ്കിൽ അയ്യപ്പന്റെ അവിടെ ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്നത് ആരാണ് എന്നുള്ള വിഷയങ്ങളൊക്കെ ഇല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അത്തരം വിഷയങ്ങളിലൊക്കെ ചർച്ചയിലേക്കൊക്കെ പോയാൽ അത് മറ്റു തരത്തിലേക്കൊക്കെ പോകും. ഈ എടുക്കുമ്പോൾ ചരിത്രം എടുക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുക്കേണ്ടി വരും. അതുപോലെയാണ് ഈ ഇസ്ലാമിൽ ശരിക്കും വാവർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ശരിക്കും ഇല്ല. ഇസ്ലാമിലെ കോൺസെപ്റ്റ് അല്ലല്ലോ, ശബരിമലയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് ആണത്. ശബരിമലയുമായി ബന്ധപ്പെട്ട ആളുകൾ ശബരിമല അയ്യപ്പനും വാവരും എന്നുള്ള ഒരു വിശ്വാസമാണ്, അല്ലാതെ വിശ്വാസത്തിന് ശാസ്ത്രീയ അടിത്തറയൊന്നുമില്ല. ഇല്ല, അവിടെ അഷ്ടമംഗല പ്രശ്നങ്ങള് എത്രയോ പ്രാവശ്യം നടന്നിട്ടും അവിടെ ഈ അഷ്ടമംഗല പ്രശ്നമൊക്കെ നടത്തി, അതിനെന്ത് ശാസ്ത്രീയത? അതൊക്കെ എന്താണ് ശ്രീ ആദിത്യൻ പറയുന്നത്? അങ്ങനെ നോക്കുമ്പോ ശബരിമലയായിട്ടുള്ള കാര്യങ്ങൾ ഒരു ക്ഷേത്രമായിട്ടുള്ള ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിശ്വാസത്തിനകത്ത് കൂടുതൽ ശാസ്ത്രീയത അന്വേഷിക്കാൻ പോയാൽ ഒരു വിശ്വാസത്തിന്റെ ശാസ്ത്രീയതയിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. അത് പിന്നെ മറ്റൊരു വിഷയത്തിലേക്കൊക്കെ പോകും. അല്ലാതെ അതിന്റെ ഒരു വശം മാത്രം എടുത്തിട്ട് അവിടെ ഒരു ശാസ്ത്രീയത ഉണ്ട്, മറ്റു വശത്ത് ശാസ്ത്രീയത ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവുമില്ല. ഇത് ടോട്ടൽ എല്ലാ വിശ്വാസങ്ങളും, അതിന് ഏത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാലും ശാസ്ത്രീയമായ വലിയ വശങ്ങളൊന്നും ഇതിനകത്തില്ല. മനുഷ്യന്റെ ഒരു വിശ്വാസം, മതവിശ്വാസം, അത്രേ. അതെ, ഓക്കെ. എല്ലാ മതങ്ങളും മനുഷ്യന്മാർ തന്നെയാണല്ലോ ഉണ്ടാക്കിയത്. ഇപ്പൊ ഹിന്ദു മതമായാലും ഇസ്ലാം ആയാലും എല്ലാം മനുഷ്യന്മാർ തന്നെയാണല്ലോ ഉണ്ടാക്കിയത്. അത് വേറെ കാര്യം. അതല്ല, ഒരു ക്ഷേത്രത്തിന്റെ അവിടുത്തെ ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും തീരുമാനിക്കേണ്ടത് അവിടുത്തെ തന്ത്രിമാരും. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ആദിത്യൻ, ഈ തന്ത്രി എന്നാണ് ശബരിമലയിൽ വന്നതെന്ന് അടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. തന്ത്രി എന്നാണ് അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്ത്രിക്കൊന്നും അങ്ങനെ നൂറ്റാണ്ടുകളുടെ ചരിത്രവും ഒന്നുമില്ല. തന്ത്രി അവിടെ വന്നത് എന്നാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വേറെയാണ്. അപ്പൊ അതിലേക്കൊന്നും നമുക്ക് തൽക്കാലം കടക്കേണ്ട. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇത് ഒരുപാട് താങ്കൾ പറയുന്ന വാദങ്ങൾ ഒരുപാട് തെറ്റാണെന്നൊക്കെ പറയേണ്ടി വരും. പിന്നെ അത് വേറെ വിഷയമായി മാറും. തൽക്കാലം ഞാൻ അതിലേക്ക് ആഗ്രഹിക്കുന്നില്ല. ശരി, ഓക്കെ ആദിത്യൻ. ശരി, ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം സാറേ. ഹലോ, നമസ്കാരം, പറഞ്ഞോ സാറേ. വയനാട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, കേരളം ജമ്മികൾ മുറുക്കി തുപ്പിയതല്ല. ഇത് EMS AKG നാരായണഗുരുവും ചട്ടമ്പി സ്വാമിയുടെ നാടാണ് കേരളം. അതുകൊണ്ട് ഈ രാഹുലീസിന്റെ ഈ അഭ്യാസമൊന്നും ശബരിമലയിൽ നടക്കില്ല. ശബരിമല എല്ലാ മതങ്ങളും അവിടെ പോണതാണ്. ഞാൻ ശബരിമല ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിം ഉണ്ട്, എന്റെ കൂടെ ഒന്നാണ്. അതുകൊണ്ട് ഈ രാഹുലീസിന്റെ അഭ്യാസം അവിടെ ശബരിമലയിൽ കാണിക്കട്ടെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ശരി ശ്രീ മഹി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ശരത്താണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശരത്ത്, താങ്കൾ പറഞ്ഞോളൂ. ശരത്ത് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ, നമസ്കാരം. ശരത്ത് പറഞ്ഞോളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറ്റിമറിക്കുക എന്ന് പറയുമ്പോ ഇത് നമ്മൾ പണ്ടോട്ട് കേട്ടിട്ടുണ്ട്. നമ്മൾ വാവരെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ശബരിമലയിൽ പോകുന്നത്, പേട്ടതുള്ളി പോകുക, ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ നേരത്തെ ഉള്ളതാണല്ലോ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങനെ മാറ്റാൻ പറ്റുന്നതൊന്നും അല്ലല്ലോ. പറഞ്ഞോളൂ. അപ്പം അങ്ങനെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോ രീതിയിലും മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല. ഇത്രയും സ്നേഹമുള്ളവരാണെങ്കിൽ ഇവര് എത്രയോ പാവങ്ങളുണ്ട്, അവർക്ക് ഭക്ഷണവും ചികിത്സാ സഹായ വസ്ത്രവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യണം. അല്ലാതെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോ സമയത്ത് ഓരോ രീതിയിൽ മാറ്റിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതായിട്ടുള്ള വിശ്വാസങ്ങൾ നമ്മൾ അതിന് വിശ്വസിച്ച് തന്നെ പോകണം. ഓരോ കാലഘട്ടത്തിലും അതിന്റെ രീതിയിൽ പേരുകളിലും മറ്റുള്ള രീതിയിലും മാറ്റം വരുത്താൻ നമുക്ക് അവകാശമില്ല. രണ്ട് മതങ്ങൾ തമ്മിലുള്ള സ്നേഹവും സൗഹാർദ്ദമാണ് അതിനകത്ത് കാണിക്കുന്നത്. അതിലൊരു വ്യത്യാസം വരുന്നതാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ വിദ്യാനന്ദനാണ്, വൈദ്യനാഥനാണ്. ശ്രീ വൈദ്യനാഥൻ, താങ്കൾ അഭിപ്രായം പറഞ്ഞോളൂ. ഈ പാവപ്പെട്ട ദൈവങ്ങൾ അവിടെ ഇരുന്നോട്ട്, അവരെന്തിനാ നിങ്ങളെ കൈ ശല്യം ചെയ്യാൻ പോകുന്നത്? നമ്മൾ ശല്യം ചെയ്യുന്നില്ല ശ്രീ വൈദ്യനാഥൻ. ഈ നിങ്ങളല്ല ശല്യം ചെയ്യുന്നത്, നാട്ടുകാരെല്ലാരും കൂടെ ഈ അയ്യപ്പനെയും ബാവരെയൊക്കെ എന്തിനാ ഈ കഷ്ടപ്പെടുത്തുന്നത്? ശരിയാണ്, അവരവിടെ ഇരുന്നോട്ടെ, എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുത്തുന്നത്? ചോദ്യം തന്നെയാണ്. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം എടുക്കുന്നതിന് പിന്നിൽ എന്തായാലും സ്വാഭാവികമായും മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി കാണും. എന്തായിരിക്കും? നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. സന്തോഷ് കാസർഗോഡും ദാസൻ കണ്ണൂരും പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇത് കേരളത്തില് പ്രാന്താല ആക്കാൻ വേണ്ടി കുറച്ചു കാലമായി കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ കളി മുഴുവൻ. അപ്പോ ഈ ദാസൻ പറഞ്ഞ ഞൊടിയാണ്ടിരിക്കണം എന്നൊരു ഭാഷ പറഞ്ഞത് പിന്നെ കൂടുതൽ അഭ്യാസം ഇറക്കരുത് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്.
ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഷമീറാണ് കോഴിക്കോട് നിന്നാണ്. ശ്രീ ഷമീർ, ഈ വാവരുടെ സങ്കല്പവും അയ്യപ്പൻ്റെ സങ്കല്പവും എല്ലാം ഭക്തരെ സംബന്ധിച്ച് അവരുടെ ദൈവസങ്കല്പങ്ങളാണ്. അതിലേക്കാണ് ഇപ്പോൾ വാവരല്ല ബാബുരയാണ് എന്നൊക്കെ പറഞ്ഞൊരു വാദവുമായി വരുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. അതായത് മിത്ത് ആൻഡ് റിയാലിറ്റി എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കുറെ കാര്യങ്ങളായിട്ട് നമ്മൾ കുറെ ഫോളോ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ വാവര് സങ്കല്പം, ഇപ്പോ ഈ പറഞ്ഞ പോലെ അയ്യപ്പൻ, പിന്നെ അയ്യപ്പന്മാര് പോകുന്ന സമയത്ത് കുറെ മുസ്ലിം പള്ളികളിൽ പായസം കൊടുക്കുന്ന കാര്യങ്ങളും അങ്ങനെ വൈസ് വേഴ്സ, അങ്ങനെ തിരിച്ചും കാര്യങ്ങൾ. ഇത് നമ്മുടെ നാടിന്റെ ഒരു ബ്യൂട്ടിയാണ്. സി ആക്ച്വൽ തിങ് ഈസ് ദാറ്റ് ഈ മിത്ത് ആൻഡ് റിയാലിറ്റി തമ്മിൽ ഹിസ്റ്ററി ഒക്കെ കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ നമ്മൾ വളരെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കടക്കം വളരെ എക്സാമ്പിൾസ് ആണ്. നമ്മൾ എല്ലാവരും പെരുന്നാളിന്റെ അന്ന് എല്ലാവരും കൂടി വീട്ടിൽ നിന്നിട്ട് ബിരിയാണി കഴിക്കുന്നതും, കുറെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഓണത്തിന് മറ്റുള്ളവരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആറാമെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അതുപോലത്തെ ഇപ്പുറത്തെ പറഞ്ഞ ആൾക്കാരും ഉണ്ട്. നമ്മുടെ സമൂഹം അങ്ങനെയല്ല. നമ്മുടെ സമൂഹം ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എന്തൊക്കെ ബിലീഫ്സ് ആയാലും ശരി, നമ്മൾ ഇടകലർന്നിരുന്നിട്ട് നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന ബെഞ്ചിലിരിക്കുന്നവന്റെ മതം നോക്കിയിട്ടല്ല നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ളത്. അത് യു പിയിലും ബീഹാറിലും നടക്കും, ഇവിടെ നടക്കില്ല. ഇവിടെ ഇമ്പോസ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദുത്വ വർഗീയവാദിയായാലും ശരി, മുസ്ലിം വർഗീയവാദിയായാലും ശരി, ഈ എന്താ പറയാ ക്രിസംഖ്യ ആയാലും ശരി, ഇവിടെ സമ്മതിക്കില്ല. നമ്മളെ പോലുള്ള ചെറുപ്പക്കാർ അതിനു വേണ്ടി നിലനിൽക്കും. കാരണം എന്റെ ഫ്രണ്ട് സർക്കിളിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 10 പ്രാവശ്യം എന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്താ പറയാ മറ്റുള്ള മതസ്ഥർ. എങ്ങനെയാണ് മതസ്ഥരാവുന്നത്? ഞാൻ എങ്ങനെ മുസ്ലിം ആയത്? ഞാൻ മുസ്ലിം വീട്ടിൽ ജനിച്ചതുകൊണ്ട് ഞാൻ മുസ്ലിം, താങ്കൾ ഹിന്ദു വീട്ടിൽ ജനിച്ചതുകൊണ്ട് താങ്കൾ ഹിന്ദു എന്ന് പറയുന്നു. വേറെ ഞാൻ ആദിവാസി വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ, ഞാൻ നാളെ ആഫ്രിക്ക വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ ആഫ്രിക്കക്കാരൻ. അത്രേ ഉള്ളത്. ഇത്രയും മനസ്സിലാക്കാനുള്ള സെൻസ്, ഇത്ര എഡ്യൂക്കേഷൻ സോ കോൾഡ് നമ്മളിതുണ്ടെങ്കിൽ കേരളത്തിൽ അത് ഒരിക്കലും നടപ്പിലാക്കാൻ ശ്രമിക്കില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തിനേനി കുത്തിത്തിരിപ്പ്? വാവരോ അയ്യപ്പനോ എന്ത് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്തൂടെ? നമുക്ക് തമ്മിൽ വിശ്വാസത്തിൽ, നമുക്ക് സ്നേഹത്തിൽ പോയിക്കൂടെ? ശരി ശ്രീ ഷമീർ, താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ഓരോരുത്തരുടെയും മതവും ജാതിയും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത് അവരുടെ അച്ഛനും അമ്മയുടെയും മകനായി അല്ലെങ്കിൽ മകളായോ ജനിച്ചു പോയി എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ആരും ആ 99.9% ആളുകളും ഏതെങ്കിലും മതവിശ്വാസം പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടോ ഒന്നും ആ മതത്തിൻ്റെ ഭാഗമാകുന്നതല്ല. ആ മതത്തിൽ ജനിച്ചു, അതുകൊണ്ട് അവർ ആ മതത്തിൽ തുടരുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളൊന്നുമില്ല. മറ്റു മതത്തിൻ്റെ ഒരു അച്ഛൻ്റെ അമ്മയുടെ മകനായോ മകളായോ ജനിച്ചിരുന്നെങ്കിൽ അവർ ആ മതം വിശ്വസിച്ചേനെ. അതാണ് നാട്ടിൽ നടക്കുന്നത്. എന്തായാലും ശ്രീ മോഹനാണ് വണ്ടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മോഹനൻ, താങ്കൾ എങ്ങനെയാണ് ഈ നീക്കത്തെ കാണുന്നത്? ശ്രീ മോഹനൻ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? എനിക്ക് പറയാനുള്ളത്, ഈ സാങ്കല്പിക കഥാപാത്രങ്ങളെ കുറിച്ച് ഒരുപാട് ദൈവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഹലോ, ഉണ്ട്, കേൾക്കാം, പറഞ്ഞോളൂ. അത് എനിക്ക് പറയാനുള്ളത്, ഈ സാങ്കല്പിക കഥാപാത്രങ്ങളായിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ ദൈവങ്ങളെല്ലാം. 10,008 ദൈവങ്ങളുണ്ട് ഇവിടെ. ഏക ദൈവങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏക ദൈവത്തിലാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഖുർആനായാലും ശരി, ബൈബിളായാലും ശരി, ഗീതയായാലും ശരി, ഏക ദൈവമാണ്. ഇത് ഒരുപാട് 10,008 ദൈവങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഇത്തരം കെടുതികൾ ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിപ്പോ വാവര മാറ്റിയിട്ട് വർഗീസാക്കാഞ്ഞത് നന്നായി, അതെങ്കിൽ ഇപ്പൊ ആകെ പ്രശ്നമായേ. പക്ഷെ ഇത് സാങ്കല്പികമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇതെല്ലാം. അല്ലാതെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നവരെ ഭൂമിയിൽ ജനിച്ചു വളർന്ന ആളുകളായിരുമല്ല. ഈ ദൈവങ്ങളെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ സമുദായ നേതാക്കന്മാരും സമുദായ പ്രമാണിമാരുമാണ്. പക്ഷെ അത് നമ്മൾ മനസ്സിരുത്തി തമ്മിലടിക്കാതെ ആ വാവരെന്നുള്ള പേര് നിലനിർത്തിക്കൊണ്ട് പോവുക. ശബരിമല പോകുമ്പോൾ വാവരുടെ അടുത്ത് തൊട്ടിട്ട് ഇവിടെ വരുള്ളൂ. പേട്ട തുള്ളി വരുന്നത് അവിടെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അവരുടെ സേവനം കണ്ടിട്ടുണ്ട് അവിടെ. വന്ന അയ്യപ്പന്മാർക്ക് വേണ്ട സൗകര്യം ചെയ്ത് കൊടുക്കണമായിരിക്കും. ഇവിടെ ഈ വർഗീയത വളർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ പീതാംബരൻ. വളരെ ശക്തമായ അഭിപ്രായം കൂടിയാണ് ശ്രീ പീതാംബരൻ്റെത്. ശ്രീ അതുലാണ് കോട്ടയത്ത് നിന്നും. ശ്രീ അതുൽ, താങ്കൾ എങ്ങനെയാണ് ഈ വാവരെ അല്ല വാപുരയാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാദത്തെ കാണുന്നത്?
നമസ്കാരം. നമസ്കാരം. സത്യത്തിൽ ഇതൊരു വർഗീയവൽക്കരണത്തിന്റെ ഒരു തുടക്കമായിട്ട് തന്നെ കാണണം. പക്ഷെ ഇതിന്റെ ശരിക്കുള്ള റൂട്ട് എത്തി നോക്കുന്നത് മുസ്ലിം മതവിഭാഗത്തിനടുക്കത്തുള്ള ഒരു അപരവൽക്കരണം. അവർ സ്വയം അപരവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബാക്കിയെല്ലാ മതങ്ങളിലും ഇതുപോലൊരു വർഗീയ ഒരു സ്വഭാവം എത്തി നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിനനുസരിച്ച് സ്കൂളുകൾ അതിന് സമയം ചിട്ടപ്പെടുത്തണം, ഞങ്ങളുടെ മതത്തിനനുസരിച്ച് ഞങ്ങളുടെ വസ്ത്രങ്ങൾ ചിട്ടപ്പെടുത്തണം. അത് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും ഈ ഒരു അവസ്ഥയിലാണ് അതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് അത് ന്യൂനപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹിന്ദു ഭൂരിപക്ഷ വർഗീയത ഇവിടെ വളരാനുള്ള സാധ്യത ആകുന്നത്. അതിന്റെ ബാക്കിപത്രമാണ് നമ്മളിപ്പോ കാണുന്നത്. യഥാർത്ഥത്തിൽ ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും വർഗീയതയ്ക്ക് അവരെല്ലാം ഈ ഒരമ്മ പറ്റ അളിയന്മാർ എന്നൊക്കെ പറഞ്ഞല്ലേ നാട്ടിൽ പ്രയോഗം നടത്തുമല്ലോ. അതുപോലെയാണ് രണ്ടു കൂട്ടർക്കും ചില കാര്യങ്ങളിലൊക്കെ അവര് ഏറെക്കുറെ രണ്ട് വർഗീയത പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും ഏറെക്കുറെ ഒരേ ആളുകൾ തന്നെയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം രണ്ടുപേരും താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. താല്പര്യമൊന്നും വ്യത്യസ്തമില്ല. ആത്യന്തികമായി ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും രണ്ടുപേരും അവരുടെ ഏറെക്കുറെ സ്വഭാവത്തിലും രീതികളിലും താല്പര്യത്തിലുമൊക്കെ ഒന്ന് തന്നെയാണ്. അവരുടെ ഒരാൾ ഒരു മതത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ മറ്റേ മറ്റു മതത്തിന് വേണ്ടി നിൽക്കുന്നുള്ളൂ. ബാക്കി കാര്യത്തിലൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. ഏത് ഒഴുത്തിലും കെട്ടാവുന്ന രീതിയിൽ ആണ് ഈ വർഗീയവാദികളുടെ എല്ലാം പൊതു സ്വഭാവം. ഇല്ലാത്ത സ്ഥിതിയിലുള്ള ഒരു വർഗീയത ഇപ്പോൾ നിലവിൽ കേരളത്തിന്റെ സാഹചര്യത്തിലുണ്ട്. ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ ക്ഷേത്രമാണെങ്കിലും പള്ളിയാണെങ്കിലും എല്ലായിടത്തും പോകും. പക്ഷെ മറ്റൊരു ഇപ്പൊ മുസ്ലിം മതത്തിൽ അത് പറ്റത്തില്ല. കാരണം ലായിലാഹില്ല, അല്ലാഹുള്ള മറ്റൊരു ദൈവത്തിന് മുന്നിൽ മടങ്ങില്ല, യോഗ പോലും ചെയ്യില്ല എന്ന് പറയുന്ന വിഭാഗമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ലോകത്തെ എല്ലാ മതവിശ്വാസങ്ങളും ഈ പറയുന്ന മതവിശ്വാസങ്ങളെല്ലാം ശരിയായ രീതിയിൽ ലോകത്ത് മനുഷ്യനെ നയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ലോകം തന്നെ സുന്ദരമാകില്ലേ എന്നൊക്കെ ചോദ്യങ്ങളില്ലേ. ഇതൊക്കെ മനുഷ്യൻ ആശ്വാസത്തിന് വേണ്ടി എത്ര വിശ്വാസങ്ങളിൽ അഭയം പ്രാപിക്കുന്നു, അവരതിൽ ആശ്വാസം കണ്ടെത്തുന്നതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ഭാരതം വേറൊരു രാജ്യത്തെ അധീശത്വത്തിൽ ഏർപ്പെടുത്താതിരുന്നത്. കേരളം അതുകൊണ്ടാണ് ഭാരതം ഈ ഹിന്ദു സംവിധാനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഭാരതം മറ്റൊരു രാജ്യത്തിലേക്കും വിദേശ അധിനിവേശമായിട്ട് ഇല്ലാതിരുന്നതും ഈ രാജ്യത്തിനകത്ത് ഹിന്ദു മതവിശ്വാസത്തിന്റെ ഭാഗമൊന്നും അല്ലല്ലോ ഈ രാജ്യം എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ ഈ അത്തരം ഒരു മതവിശ്വാസമൊക്കെ വന്നിട്ട് കേരളത്തിൽ തന്നെ ജാതിയൊക്കെ മാറി വന്നിട്ട് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം പോലും ഇല്ലല്ലോ. അതിനു മുമ്പ് പിന്നെ എന്താണ് അങ്ങനെ? അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ലോകത്തൊന്നും പോകാതിരുന്നതും അധീശത്വം സ്ഥാപിക്കാതിരുന്നതും. സുപ്രീം കോടതിയുടെ ആപ്തവാക്യ സത്യനേവതയുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണോ? അല്ലല്ലോ. അത് ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ? അതെ, ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമൊക്കെയാണ്. അല്ലാതെ അതേതെങ്കിലും ഒരു മതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടൊന്നും അല്ല. ഇന്ത്യ ലോകത്ത് എവിടെയും പോയി അധീശത്വം സ്ഥാപിക്കാൻ അങ്ങനെ ഇന്ത്യക്ക് ആ തരത്തിലേക്കുള്ള ഒരു സംവിധാനം രാജ്യാതിർത്തികൾ പോലും അങ്ങനെ ആയിരുന്നില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ശരി, ഓക്കെ. ശ്രീ സുരേഷാണ് ചോറ്റാനിക്കരയിൽ നിന്നാണ്. ശ്രീ സുരേഷ്, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ കഴിഞ്ഞ തവണ കൊറോണ ഇതെല്ലാം വന്ന ശബരിമല വിശ്വാസത്തെ നമ്മള് അതാക്കിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? അതായത് 18-ാം പടി പെണ്ണുങ്ങൾ കയറിയപ്പോ അങ്ങനെ നമുക്ക് കൊറോണ, പേമാരി എല്ലാം വന്ന് നമ്മളാകെ നശിച്ചു. പുറത്തെല്ലാം നമ്മൾ ഇറങ്ങാൻ മേലാത്ത ഒരു സാഹചര്യം. ഇനിയും ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഒരു ശബരിമലയും കൊറോണയുമായിട്ട് എന്താണ് ബന്ധം? അതെ, എന്നാലും ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവമായിട്ടല്ലേ ഇത് വരുന്നത്. ഇതിപ്പം വർഗീയ ലോകത്തെ ഏതെങ്കിലും അസുഖം വരുന്നതിനെല്ലാം ദൈവം ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് അസുഖം ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്. അതിലൊന്നും കാര്യമില്ല. ഇതിപ്പം ജാതിപതത്തിലൊരു വിശ്വാസത്തെ ഇവര് തകർക്കാനുള്ള ഒരു പരിപാടി കൂടിയാണ് ഇത് തോന്നുന്നത്. ഇത് വാവൂർസ്വാമി എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പണ്ട് മുതലേ. അപ്പൊ അത് തകർക്കാനുള്ള ഒരു രീതി കൂടിയാണ് ഇവര് എല്ലാവരും കൂടെ കാണിക്കുന്നതെന്ന് തോന്നുന്നു. ഇനി കൂട്ടിയടിയും ബഹളം ഉണ്ടാക്കാനായിട്ട് ഒരു വിശ്വാസം തകർക്കുക, അതാണ് നോക്കുന്നത്. അത് ശരിയാണ്. അത് താങ്കൾ പറഞ്ഞതിനകത്ത് അത്ര ഒരു ഉദ്ദേശം ഉണ്ടാവാൻ ന്യായമായും കാരണം ലോകത്തുള്ള ഒരു വിശ്വാസം, ദൈവവിശ്വാസം തകർക്കുക, എന്നിട്ട് കൂട്ടിയടിക്കുക, അതാണ് ഇപ്പം വരാൻ പോണ പരിപാടി. എനിക്ക് അത്രേ പറയാനുള്ളൂ. ശരി, താങ്കൾ പറയുന്നത് വളരെ വ്യക്തമാണ്. ഇത്ര സാധാരണക്കാരായ മനുഷ്യരടക്കം ഇത്തരം അജണ്ടകൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിന്റെ മഹത്വം. അത്തരം ഒരു ഉയർന്ന ചിന്താഗതി ഉള്ളവരാണ് കേരളത്തിലെ സാധാരണക്കാരായ മഹാഭൂരിപക്ഷം മനുഷ്യരും. ശ്രീ ഷാലി അബൂബക്കറാണ്, ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഷാലി അബൂബക്കർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥകളും കടന്നു പോകുന്ന ആ രീതിയിലൂടെയാണ്. അപ്പൊ അങ്ങനെ മാറ്റാമെന്ന് പറഞ്ഞാൽ അത് മാറ്റപ്പെടും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അതിനൊരു അജണ്ടകൾ എന്ന് പറഞ്ഞാൽ ആ രാജ്യം ഭരിക്കുന്ന ആളുകളുടെ ഇപ്പോഴത്തെ ശക്തി വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ബംഗാളിലൊരു വിചിത്രമായ കോടതി നിരീക്ഷണം ഉണ്ടായിരുന്നു, സിംഹങ്ങൾക്ക് പേരിട്ടത്, സീതയും അക്ബറും. ആ കോടതി വിധി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന്റെ ഏത് മൂലയിലായിരിക്കുന്നെങ്കിലും അവന്റെ ജീവിതത്തിനെ ഇത്രത്തോളം പിറകിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് നമ്മൾ
ലോകം മുഴുവൻ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ പല ഈസങ്ങളുടെ പേരിലും പല രീതികളിലും പറയുമ്പോൾ ഇത്രയും പിന്തിരിപ്പൻ ശക്തികളുടെ ഉള്ളിലേക്ക് അകപ്പെട്ട ഒരു രീതിയിലേക്കാണ് മനുഷ്യ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളിലും ഇതേ രീതിയിൽ തന്നെ അവർ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇസ്രായേലാണെങ്കിൽ അവരുടേതായിട്ടുള്ള ആളുകൾ, ഇറാനിലാണെങ്കിൽ അത്രത്തോളം ആളുകൾ എന്തിന് പുറകോട്ട് വലിക്കുന്നു എന്ന് വെച്ചാൽ അതിനൊക്കെ പിറകെ ഒരു അധികാര രാഷ്ട്രീയം തന്നെയാണ് അതിന്റെ വലിയ ശക്തി. മനുഷ്യരിൽ ഏറ്റവും വലിയ ഭയപ്പെടുത്താനും മനുഷ്യശക്തിയെ ഏറ്റവും വെല്ലുവിളിക്കാനും കഴിയുന്ന ഒരൊറ്റ പ്രശ്നമാണ് മനുഷ്യൻ എങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ശാസ്ത്രം ഇതുവരെ പുറത്തു വന്നിടത്തോളം കാലം ഇവരുടെ ശ്രീ ഷാലി അബൂബക്കറാണ് പ്രതികരിച്ചത്. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. പാർലമെന്റിൽ പോലും പൂജ നടത്തുമ്പോൾ ആരാണ് ശരിയായ വിദ്യാഭ്യാസം നടത്തേണ്ടത് മണിസാർ എന്ന് ചോദിക്കുന്നു. ശ്രീ എം പി മണിയുടെ അഭിപ്രായത്തോടുള്ള പ്രതികരണമാണ് ഷാജി ഭാസ്കരൻ. ഷാജി കണിയാപ്പറമ്പിൽ പറയുന്നു, എൻ്റെ വീടിനടുത്ത് നിന്ന് ഒരുപാട് മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും ശബരിമലയിൽ പോയിട്ടുണ്ട്. ഒരുപാട് മതസ്ഥരായ ആളുകളൊക്കെ ശബരിമലയിൽ പോകുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ബാബരി പള്ളിയുടെ ഇതോടൊപ്പം തന്നെ ശ്രീ ഷാജി ഭാസ്കറിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. ശ്രീ സദാശിവനാണ് ചാലക്കുടിയിൽ നിന്നും. ശ്രീ സദാശിവൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഒരു തമിഴ് ബ്രാഹ്മണനാണ്. ശബരിമലയിൽ ഇടയ്ക്ക് പോവാറുണ്ട്. ഞാൻ പോകുമ്പോൾ വാവൂർപള്ളിയിൽ തൊഴാറില്ല. ബഹുമാനക്കുറവല്ല, അത് അയ്യപ്പന്റെ തലയിൽ വെച്ച ഒരു സായിവാന്നാണ് എന്റെ ബോധ്യം. ഞാനത് മാറാൻ ഉദ്ദേശിക്കണമില്ല. മാറാൻ ഉദ്ദേശിക്കാത്ത ഒരാളോട് എന്തുകൊണ്ടാണ് ആ ബോധ്യം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? എന്താ വെച്ച് കഴിഞ്ഞാൽ തലയിൽ കെട്ടിവെച്ചതാണ്. അയ്യപ്പന്റെ മുകളിലൊരു വാവരുണ്ടോ? അയ്യപ്പന്റെ കാലത്ത് ഇവിടെ ഇസ്ലാം ഇല്ല. അയ്യപ്പന്റെ കാലമായി താങ്കൾ കാണുന്നത് ഏത് നൂറ്റാണ്ടിനെയാണ്? നിങ്ങൾ ഈ ബ്രിട്ടീഷുകാരെ അയ്യപ്പൻ ഉണ്ടായത് 3000 കൊല്ലായി. ഞങ്ങളൊക്കെ വന്ന നാട്ടില് അതൊക്കെ ഒരു സങ്കല്പമല്ലേ 3000 കൊല്ലം എന്നൊക്കെ പറയുന്നത്? ഞാൻ പറയട്ടെ, അതെന്താ? എന്നാ പിന്നെ അയ്യപ്പനെ പറ്റി വർത്താനം പറയണ്ട. അല്ലാതെ അതിനകത്ത് ഈ ചരിത്രമൊക്കെ അങ്ങനെ ശാസ്ത്രീയ ചരിത്രമൊക്കെ ശ്രീ സദാശിവൻ എടുക്കേണ്ട കാര്യമുണ്ടോ? ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമൊക്കെ അങ്ങനെ ശാസ്ത്രീയമായിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് കാര്യങ്ങൾ പല കാര്യങ്ങളും മുറിക്കേണ്ടി വരും. താങ്കൾ അതിനെ പറ്റി മിണ്ടാൻ പാടില്ല. അതെന്താണ് എനിക്ക് മിണ്ടുന്നതിന് എന്താണ് കുഴപ്പം? അയ്യപ്പന്റെ സങ്കല്പം തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അതിനെ പറ്റി മിണ്ടണേ? അത് ഓരോ മനുഷ്യരുടെയും സങ്കല്പമല്ലേ. ദൈവത്തെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെ മനുഷ്യർക്ക് അവകാശമുണ്ട്. അതിനകത്ത് ശാസ്ത്രീയതയൊന്നും കലർത്തിയല്ലല്ലോ നമ്മുടെ ദൈവവിശ്വാസത്തിന്റെ ഭാഗം. അത് വിശ്വാസം ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് എത്ര നൂറ്റാണ്ടുകളെ ആളുകൾ ദൈവവിശ്വാസത്തിൽ വിവിധ മതങ്ങളിലൊക്കെ വിശ്വസിക്കുന്നു. വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവനവനും ബോധ്യമുള്ള കാര്യം വൃത്തിയായിട്ട് വിശ്വസിക്കാം. മനസ്സിലായോ? ശരി, താങ്കൾക്ക് താങ്കളുടെ ബോധ്യത്തിൽ വിശ്വസിക്കാം. പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന ശബരിമലയിലെ വിശ്വാസികളുടെ ബോധ്യം അങ്ങനെയല്ല. അയ്യപ്പന്റെ തലയിൽ വാവര് സാഹിബിനെ വെക്കേണ്ട കാര്യം ഇല്ല. അത് താങ്കൾക്ക് അങ്ങനെ കാണും. പക്ഷേ ശബരിമലയിൽ വരുന്ന ഭൂരിപക്ഷം പേർക്ക് അങ്ങനെയല്ല. അതാണ് ശരി. അത് ശരിയെന്ന് താങ്കൾ എങ്ങനെയാണ് പറയുന്നത് ശ്രീ സദാശിവൻ? അതാണ് ശരി. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ശരിയെന്ന് പറയുന്നത്? ഹിന്ദു ക്ഷേത്രാചാരം ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന മനുഷ്യർ എരുമേലി പള്ളിയിൽ നിന്ന് പേട്ടതുള്ളി അവിടേക്ക് പോകുന്നത് വർഷാവർഷം താങ്കൾ കാണുന്നില്ലേ? ആ ശബരിമലയിലെ നടയിലിരിക്കുന്ന ബാവൂർ നടയിലേക്ക് വരുന്ന ആയിരക്കണക്കിന് വരുന്ന ഭക്തരെ താങ്കൾ കാണുന്നില്ലേ? അവരൊക്കെ വിശ്വാസികളല്ലേ? താങ്കൾ ഒരാൾ മാത്രമാണ് വിശ്വാസിയായിരിക്കുന്നത്. ശബരിമലയില് കാട്ടില് വിളക്ക് എത്തിച്ച് കാണിച്ച് തമിഴന്മാരെ പറ്റിക്കണില്ലേ? കോടിക്കണക്കിന് തമിഴന്മാരെ. അതോ കാട്ടില് വിളക്ക് എത്തിച്ച് കാണിച്ച് അവിടെ കാട്ടിൽ വിളക്ക് കത്തിക്കുന്നതാണെന്നും ഒക്കെ ആളുകൾക്ക് അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പുതിയ കാലത്ത് ആരും അങ്ങനെ അല്ലാതെ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് തമിഴന്മാരെ പറ്റിക്കല്ലേ കാശിന് വേണ്ടിയിട്ട് അവിടെ പല തട്ടിപ്പും നടക്കുന്നുണ്ട്. അതൊന്നും ശരിയല്ല. മനസ്സിലായോ? അയ്യപ്പന്റെ മുകളിൽ വാവരെ കെട്ടി വെക്കണ്ട. താങ്കൾക്ക് അങ്ങനെ തീരുമാനിക്കാം ആരുടെ മുകളിലാണോ താഴെയാണോ എന്നൊക്കെ. പക്ഷേ ശബരിമലയിലെ വരുന്ന മഹാഭൂരിപക്ഷം മനുഷ്യരും അങ്ങനെയല്ല. അവര് അയ്യപ്പനെയും ബാവരെയും ഒക്കെ ഒരേപോലെ കാണുന്ന മനുഷ്യരാണ്. കൃത്യമായിട്ട് അതെ, വലിയ മനുഷ്യനൊന്നും അല്ല നമ്മളൊന്നും. കേരളത്തിൽ ലീഗ് എത്ര കാലമായി ഭരിക്കണു? കേരളത്തിൽ ലീഗ് ഭരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ 9 വർഷമായി ലീഗ് മതേതരത്വമൊന്നുമില്ല. ഇപ്പോഴാണ് താങ്കളുടെ ഒരു ഏകദേശ അജണ്ട എന്താണെന്ന് ബോധ്യപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളും ഒക്കെ താങ്കൾ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഓരോരുത്തർ ഏത് കാലത്താണ് വന്നതെന്നും പോയതെന്നും ഒക്കെ ചിന്തിക്കുമ്പോൾ അതൊക്കെ മറിച്ച് പറയേണ്ടി വരും. ശാസ്ത്രത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ശരി, ശ്രീ സദാശിവൻ, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ താങ്കളുടെ വാദങ്ങൾ കുറെ കൂടി കേൾപ്പിക്കാമായിരുന്നു. എന്തായാലും ഇത്തരം വാദങ്ങൾ കൂടി കേട്ടിരിക്കേണ്ടത് ആവശ്യമാണല്ലോ. ഇത്തരം വാദക്കാരും ഒക്കെ ഉണ്ട് എന്നുള്ളതും ജനം അറിയണമല്ലോ.
എന്തായാലും നമുക്ക് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ പോസിറ്റീവായ പ്രതികരണമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 2 പേർ മാത്രമാണ് മറിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞത്. ബാക്കി എല്ലാ പ്രേക്ഷകരും സമാനമായി പറഞ്ഞത് കേരളത്തിൻ്റെ അന്തരീക്ഷം ഇങ്ങനെയാണ്, അവർക്ക് അയ്യപ്പനും അവരുമെല്ലാം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അതിനിലേക്ക് മറ്റേതെങ്കിലും തരത്തിൽ വിഷം കലർത്താൻ ആര് വന്നാലും അതിനെ തടയും എന്ന് വൈകാരികമായിട്ടടക്കം പ്രതികരിച്ച ആളുകൾ ഒക്കെ ധാർമ്മികമായും ഒക്കെ പ്രതികരിച്ച പ്രേക്ഷകരുണ്ട്. അത് പ്രതീക്ഷ നൽകുന്ന ഘടകം തന്നെയാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.